കമ്പിയുടെ കാലം കഴിഞ്ഞു. ഈ ഹോർഡിങ്സ് മലബാർ ഏരിയ മൊത്തങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ആക്ച്വലി ചെയ്യുന്നത് ഒരു ഡെന്റൽ ക്ലിനിക്കാണ്. ഹെൽത്ത് ഇൻഡസ്ട്രി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് വിത്ത് ഡിജിറ്റൽ. അത് ഇങ്ങനെ വളർന്ന് എനിക്കൊരു നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കണം, അത് മാത്രമായിരുന്നു മൈൻഡിൽ ഉണ്ടായത്. ആകെ ഒരു 500 റുപ്യയിലുള്ള ഒരു പോസ്റ്റർ ചെയ്യാൻ ആൾക്കാർ എത്രയല്ലേ ചാർജ് ചെയ്യുന്നുള്ളൂ. അത്ര പിന്നെ എന്തിനാ ഈ 5-6 മാസം, ഒരു മാസത്തിൽ 5-6 പോസ്റ്ററിന് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ചെലവാക്കുന്നത്? യെസ്, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഉണ്ടായത്. ഇപ്പൊ ആ ഒരു 5 ഡിജിറ്റ്സ് എന്നുള്ളത് ഒരു 7 ഡിജിറ്റ്സ് 8 ഡിജിറ്റ്സിലേക്ക് ഇപ്പം വന്നിട്ടുണ്ട്. ഗൂഗിൾ റിവ്യൂസ് ഞങ്ങളാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. വി വിൽ നെവർ ഗിവ് ഇറ്റ് ടു എ സ്റ്റാഫ് ഓർ എനിവൺ ഇൻ അവർ ടീം. ഞങ്ങൾ ഓണേഴ്സ് ആണ് അത് നോക്കാറ്, ഫൗണ്ടേഴ്സ് ആണ് അത് നോക്കാറ്. കണ്ടന്റ് ക്വാളിറ്റി ആണ് ഇൻഫ്ലുവൻസേഴ്സ് എപ്പോഴും തരേണ്ടത്. അതായത് ഞങ്ങൾ പേ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട്, അവർക്ക് ഞങ്ങളെ ആവശ്യം. രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ അവർ എത്രത്തോളം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നു അത്രത്തോളം അവർക്ക് മാർക്കറ്റിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. സാലറി കൊടുക്കില്ല, ആദ്യം ഇതുണ്ടെങ്കിലല്ലേ ബാക്കിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാ സോൾവ് ചെയ്യുക? ഇപ്പോൾ ഉള്ള മെയിൻ പ്രശ്നമാണ് ഇത്. ഒരു 8,000 മേ ബി ഒന്നും സാലറി കൊടുക്കാണ്ട് തന്നെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നമ്മളൊരു ചേഞ്ച് നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ അറ്റ് പ്രസന്റ് നമ്മൾ BDS ഡോക്ടർ കാലിക്കറ്റിൽ നമ്മൾ BDS ഡോക്ടറൊക്കെ നമ്മൾ കൊടുക്കുന്നത് 3 lakh സാലറി പെർ മന്ത്, മാസം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മളെ ക്ലിനിക്കിലേക്ക് വരുന്നൊരു പേഷ്യന്റ് ചിരിച്ചിട്ട് പോകണം, ഹാപ്പി ആയിട്ട് പോകണം. അതാണ് ഞങ്ങൾ മെയിൻ. മാർക്കറ്റിൽ ബെസ്റ്റ് ആരാന്ന് ഒറ്റ ചോദ്യം ചോദിച്ചു, ഒറ്റ ആൻസർ ഹനാൻസി ആണെന്ന് പറഞ്ഞു. ബെസ്റ്റ് ക്രിയേറ്റർ ദാറ്റ് യു കാൻ എവർ ഓൺ ബോർഡ്. യെസ്. വാട്ട് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ്? ട്രാഫിക് ജാം മാത്രമല്ല, നിമിഷം ആ ബിൽഡിങ്ങിന്റെ 2ാമത്തെ 3ാമത്തെ ഫ്ലോർ ഉണ്ട്, അതുകൂടെ എടുക്കേണ്ടി വരുന്ന ചിന്തിച്ചു പോയി. ഓ, ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കമ്പിയുടെ കാലം കഴിഞ്ഞു. ഈ ഹോർഡിങ്സ് മലബാർ ഏരിയ മൊത്തങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ആക്ച്വലി ചെയ്യുന്നത് ഒരു ഡെന്റൽ ക്ലിനിക്കാണ്. ആ ഡെന്റൽ ക്ലിനിക്കിൻ്റെ ഫൗണ്ടേഴ്സിനെ കിട്ടിയ അങ്ങനെ ഉണ്ടാവും. യെസ്, നമ്മൾ ആ ഡെന്റൽ ക്ലിനിക്കിൻ്റെ ഫൗണ്ടേഴ്സിനാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. ഹെൽത്ത് ഇൻഡസ്ട്രി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് വിത്ത് ഡിജിറ്റൽ. കണ്ടന്റ് എങ്ങനെ ഹെൽത്ത് ഇൻഡസ്ട്രീനെ സെറ്റാക്കും, എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനിനെ വെച്ചിട്ട് ഒരു ക്ലിനിക്ക് സ്കെയിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ വി ഹാവ് co-founders ഓഫ് അമെന്റ് ഡെന്റൽ ക്ലിനിക് വിത്ത് us today. വെൽക്കം ടു ദ ഷോ മാസ്വിൻ. വെൽക്കം ടു ദ ഷോ മിൻഹാജ്. മാസ്വിൻ ആണ് ഇവിടുത്തെ ഡോക്ടർ. നിഹാലല്ല, മിൻഹാജ് ആണ് കയ്യാൾ. പക്ഷെ മൂപ്പര് ഇരിക്കണമെന്ന് നോക്കണ്ട, അവനാണ് ഇതിന്റെ പിന്നിലെ തുറപ്പിച്ചിട്ട് ഇന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ മാസ്വിനിൽ നിന്ന് തുടങ്ങാം. എവിടെ നിന്നാണ് നിങ്ങളെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ബോധം വന്നിട്ടുണ്ടാവുമല്ലോ, അതായത് ഇതൊക്കെയാണ് എന്നല്ലേ, അതെപ്പോഴായിരുന്നു? എമന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എനിക്ക് തോന്നുന്നു 2 years ബാക്ക്. എനിക്ക് ഏറ്റവും പ്രീമിയം ഒരു ക്ലിനിക് എനിക്ക് കാലിക്കറ്റിൽ ഇടണം, എനിക്ക് അതൊരു ഏറ്റവും വലിയ ബ്രാൻഡാക്കി മാറ്റണം. അതായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായത്. അതല്ല, നിങ്ങൾ അതിന്റെ മുമ്പ് സ്കൂള് കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങാം. അങ്ങനെ ആ ഒരു ഓൺടർപ്രീനർഷിപ്പ് ബഗ് ഉണ്ടല്ലോ, ചെയ്യണമെന്നില്ല. അതെ, അത് കംപ്ലീറ്റ്ലി അത് കംപ്ലീറ്റ്ലി എനിക്ക് കിട്ടിയത് എൻ്റെ ഫാദറിൻ്റെ അടുത്താണ്. ഞാൻ ചെറുപ്പം മുതലേ എല്ലാ കാര്യത്തിലും ഫാദറിന്റെ എല്ലാ മാറ്റേഴ്സ്, ബിസിനസ്സിലായാലും കാര്യത്തിലായാലും, ഈവൻ ഒരു 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡിലോടിക്കിട്ട് ഞാൻ ഇൻവോൾവ് ആണ്. അപ്പം ആ ടൈം മുതൽ നമുക്കുള്ളൊരു ആശയമാണ് എനിക്കൊരു നല്ലൊരു ബ്രാൻഡ് തുടങ്ങണം, ബ്രാൻഡ് ഉണ്ടാക്കണം, അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതൊക്കെയായിരുന്നു മൈൻഡിലുണ്ടായത്. ഡെന്റൽ ആയിരിക്കും എന്നല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ ബിസിനസ്സിലോ എന്തെങ്കിലും ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. 3rd 4th നിങ്ങൾ എന്തിലാ ഇൻവോൾവ് ആയത്? ഞാൻ ഫാദറിന് അന്ന് ഫാനിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. ആ ടൈമിലൊക്കെ നമ്മള് ഫാദറിന്റെ കൂടെ തന്നെ പോയി സാധനം ഇറക്കി വെക്കാനും ബിസിനസ് അവരെ
നമ്മളെ വണ്ടിയിൽ സാധനം വരും, വലിയ ലോഡ് സാധനങ്ങളൊക്കെ വരാം. അപ്പൊ അതിനൊക്കെ ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു, രാത്രിയും പകലും എന്നല്ലാണ്ട് എനിക്ക് കിട്ടുന്ന ടൈം മൊത്തം ഞാൻ ഫാദറിന്റെ കൂടെയായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഇതിലേക്ക് ഇൻവോൾവ് ആയത്. അത് ഇങ്ങനെ വളർന്ന് എനിക്കൊരു നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കണം, അത് മാത്രമായിരുന്നു മൈൻഡിൽ ഉണ്ടായത്. ഡെന്റൽ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി അതങ്ങനെ അതായി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് സ്കൂൾ കാലഘട്ടത്തിൽ നിങ്ങൾ കുറേ ഫാദറിന്റെ കൂടെ വർക്ക് ചെയ്തു. Yes. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് വാപ്പക്ക് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഐറ്റം അവിടെ പോയിട്ട് പൊറോട്ടയും ബീഫും അടിക്കുക, 11 മണിയാകുമ്പോൾ ചായയും പൊറോട്ടയും ബീഫും കിട്ടും, സ്റ്റാഫിന്റെ കൂടെ ഒക്കെ അടിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്, അവിടെ കുറെ നിന്നപ്പോൾ നമുക്ക് മനസ്സിലായി കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെയാണ് പൈസ വാങ്ങിക്കുക, എങ്ങനെയാണ് വില പേശുക, എങ്ങനെയാണ് ക്രെഡിറ്റ് കൊടുക്കാതെ ഇരിക്കുക. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ട് വെൻ ഡിഡ് യു ആക്ച്വലി സ്റ്റാർട്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചത് എപ്പോഴാണ്? സ്കൂളിൽ കഴിഞ്ഞ് സ്കൂള് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് ഫാദറിന്റെ കൂടെ തന്നെയായിരുന്നു. അത് കൂടാതെ തന്നെ എൻ്റെ അങ്കിൾ ഡോക്ടർ യൂസഫ് കുംബ്ലിയാണ്, ഇന്ത്യാന ഹോസ്പിറ്റൽ എന്ന് പറയും, മാംഗ്ലൂരിലാണ്, മാംഗ്ലൂർ ബേസ്ഡ്. കർണാടകയിൽ ഇപ്പൊ കുറെ സ്ഥലത്തുണ്ട് അവർക്ക് ഹോസ്പിറ്റൽസ്. അപ്പൊ മൂപ്പറിന്നും കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു, എങ്ങനെ ഇതൊക്കെ റൺ ചെയ്യണം. മൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും ഞാനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മനുഷ്യനാണ്. എല്ലാ കാര്യത്തിലും മൂപ്പർ പെർഫെക്റ്റ് ആണ്. എല്ലാ കാര്യം ഞാൻ മൂപ്പറിന്ന് ഇതൊക്കെ പഠിച്ചത്. ബിസിനസ് റൺ ചെയ്യാൻ, ഹോസ്പിറ്റൽസ് റൺ ചെയ്യാം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ് മൂപ്പറായിട്ട് ഞാൻ പഠിച്ചത്. മൂപ്പറെ പോലെ ആകണം എന്ന് ഞാൻ വിചാരിച്ചു. അതിൽ നിന്നാണ് എന്റെ തുടക്കം. അങ്ങനെ ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്ക്, ഡെന്റിസ്ട്രിയിലേക്ക് ജോയിൻ ചെയ്തു. കംപ്ലീറ്റ് മോട്ടിവേഷൻ മൂപ്പറായിരുന്നു. ഇനി എന്തായാലും MBBS എടുക്കണമെന്നായിരുന്നു മൂപ്പർ ആവശ്യം, പക്ഷെ പറ്റിയിട്ടില്ല. എനിക്ക് BDS മതി എന്ന രീതിയിൽ ഞാൻ അങ്ങനെ പോയി. നല്ലോണം പഠിച്ചതുകൊണ്ടാണോ? ബേബി ആയിരിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ മൂപ്പർ മോട്ടിവേഷൻ ആയിരുന്നു മെഡിക്കൽ ഫീൽഡിലേക്ക് വരണം എന്നുള്ളതൊക്കെ. അതൊക്കെ അങ്ങനെ ആയി. ഞാൻ ഡെന്റിസ്ട്രിയിൽ കയറി. അതിനുശേഷം MDS ഓർത്തഡോണ്ടിക്സിൽ MDS എടുത്തു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഇവിടെ വന്നു, കാലിക്കറ്റില് ഇവിടെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ചു കാലം വർക്ക് ചെയ്തു. അവിടുന്ന് കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്റേതായ ഒരു ബ്രാൻഡിലേക്ക് ഇനി ഞാൻ മൂവ് ചെയ്യണം. അന്ന് തുടങ്ങിയതാണ് നമ്മൾ എമിൻ ഡെന്റൽ. ഒരു 2 years ബാക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അൽഹംദുലില്ലാഹ് ഇപ്പം നമുക്ക് 4 ബ്രാഞ്ചസ്. ഓക്കെ, ഈ കയ്യാളെപ്പോഴാ കിട്ടിയേ? ഇയാള് ഫാദറിന്റെ ബിസിനസിന്റെ കൂടെ തന്നെ പോയിരുന്നു. മൂപ്പര് ഹെരിയറ്റ് ഹോട്ടല് ദുബായിൽ പഠിക്കുക, മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുക പോയതായിരുന്നു. അവിടുന്ന് മൂപ്പര് ഡയറക്റ്റ് ആയിട്ട് ഫാദറിന്റെ കൂടെ ജ്വല്ലറി ബിസിനസ് ആയിരുന്നു, അതിലേക്ക് പോയി. ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് വലിക്കുന്നുണ്ട്. ഇത് പോകുന്നതിന്റെ ആ ടൈം മുതലേ ഞാൻ വലിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്റെ വൈഫിന്റെ ബ്രദർ. ഒന്നും കൊണ്ട് വരുമോ? ഡിഗ്രി, മാസ്റ്റേഴ്സ്, MBA ഏതാണോ പറയാ, അല്ലെങ്കിൽ MSc in marketing. അപ്പൊ അവിടുന്ന് മൂപ്പർ മാർക്കറ്റിംഗ് വിട്ടു. മൂപ്പർ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് ജ്വല്ലറി ഫീൽഡിൽ കയറി. അതിനുശേഷം മൂപ്പർ കുറച്ചു കാലം അവിടെ നിന്നു. ഞാൻ മാക്സിമം വിളിക്കുന്നുണ്ട്, എല്ലാ പണിയും നോക്കിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ വാപ്പക്ക് മനസ്സിലാവും നിങ്ങളാണ് നിന്റെ പിന്നിലൊക്കെ കളിച്ചത്. അങ്ങനെ വിളിച്ചു. മൂപ്പര് ലാസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ എമ്മിന്റെ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തുടങ്ങി മൂപ്പർ എന്റെ കൂടെ തന്നെ ഉണ്ട്. ലൈക്ക് ബാക്കിയുള്ള സപ്പോർട്ട്, മാർക്കറ്റിംഗ് സപ്പോർട്ടിലൊക്കെ മൂപ്പറായിരുന്നു ഇനീഷ്യലി ഇൻവോൾവ് ആയത്. ഇപ്പം കംപ്ലീറ്റ് വലിച്ച് എന്റെ കൂടെ തന്നെ ആക്കിയിട്ടുണ്ട്. ചെയ്തോളം പറഞ്ഞു. പിന്നെന്താ പറയാ, രാജകീയ പട്ടം കണ്ട് ചാർത്തി കൊടുത്തു. എന്റെ സാമ്രാജ്യത്തിന്റെ താക്കോലിതാ. ഓക്കെ, എന്നാ ഞാൻ നിങ്ങളിലേക്ക് വരാം. എവിടെ നിന്നാണ് മിൻഹാജിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ബോധം വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അത് സ്കൂളാവാം, കോളേജ് ആവാം, ചിലപ്പോ ബോധം വരാതെ ആവാം. ഒരു 12th വരെ കളിച്ച് നടന്നു. ഡിഗ്രി ബാംഗ്ലൂരായിരുന്നു പഠിച്ചിട്ടുണ്ടായത്. ആ ടൈമിലാണ് ഞങ്ങൾ എമന്റ് എന്നുള്ളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായത്. ഇനീഷ്യലി ഫോണിലെ കൂടെയാണല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, അതൊക്കെ ഇനീഷ്യലി ആ ഒരു ഫോണിലെ കൂടിയുള്ള കാര്യങ്ങൾ മാത്രമായതുകൊണ്ട് ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ തന്നെ ഫോണിലെ കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഡിഗ്രി കഴിഞ്ഞ അപ്പം തന്നെ മാസ്റ്റേഴ്സ് എടുക്കാൻ പോയി. ആ ടൈമിലും ഫോണിലെ കൂടിയാണ് ഇൻവോൾവ്മെന്റ് കാര്യങ്ങളൊക്കെ. അപ്പോഴത്തെ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എമന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു? ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ എമന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഇയർ കഴിഞ്ഞു. മാസ്റ്റേഴ്സ് ഓൺ ദ സ്പോട്ട് മാസ്റ്റേഴ്സ് എടുത്ത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിട്ട് എടുത്ത് തീർക്കാന്ന് വെച്ചിട്ട് അങ്ങനെ പോയി. ഈ ദുബായിലാണ് പഠിച്ചു വളർന്നത് ആക്ച്വലി? നോ നാട്ടിൽ തന്നെ. അപ്പൊ ഫാദർ ദുബായിലായിരുന്നു? ബ്രദർ ദുബായിലാണ്. ബ്രദർ ജ്വല്ലറി ബിസിനസ് ഹാൻഡിൽ ചെയ്യാണ് അവിടെ. അപ്പൊ നാട്ടിലാണ് ഫുള്ള് സ്കൂളിങ്ങും കോളേജും ഒക്കെ കഴിഞ്ഞത്? യെസ്, കംപ്ലീറ്റ് നാട്ടിലാണ്. 12th വരെ നാട്ടിലാണ്. ഈ ദുബായിൽ പോയാൽ സാധാരണ തിരിച്ചു വരൂല. ദുബായിൽ അങ്ങനെ ഒരു സ്റ്റൈലാണല്ലോ. അത് എന്തുകൊണ്ട് വരാൻ തോന്നി?
അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ബോധം വന്നു ശരിക്കും പറഞ്ഞാൽ. ഇവിടെ കളിച്ച് നടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൺ ദി അതർ സൈഡ് എന്തെങ്കിലും ചെയ്ത് പരിപാടി ഉഷാറാക്കണം എന്നുള്ളൊരു ബോധം വന്നു. അങ്ങനെയാണ് ദുബായ് എന്നുള്ളൊരു, എല്ലാവരും ഗൾഫാണ് അടിപൊളി, വീട്ടിൽ നിന്ന് ഉമ്മ അവരെ പറയും എന്തിനു ഗൾഫ് ഒഴിവാക്കിയിട്ട് വരണേ എന്നുള്ളത്. എന്നോട് ഇപ്പോഴും പറയാം ദുബായ് പോയിക്കോടെ അത്. അപ്പം അത് ഒഴിവാക്കി നാട്ടിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി സക്സസ് ആയിട്ട് വെറും ഫോണിലേക്ക് കൂടി ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉഷാറാക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് മൂപ്പര് കൈമ തന്നു. അതായത് ചെറിയ ചെക്കനാണ്, കൈമ തന്നിട്ട് പറഞ്ഞു നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോന്ന് പറഞ്ഞു. ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. മൂപ്പർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, നീ എന്തെങ്കിലും ചെയ്താൽ ഞാൻ രക്ഷപ്പെടും. അപ്പൊ അളിയ, ഇവന് കോളേജിലായിരുന്നു ആക്ച്വലി എന്ത് പണിയാ ചെയ്ത്? വല്ലതും ചെയ്തിരുന്നോ? പോയിട്ടില്ല. ഫുൾ ടൈം ഞാൻ കോളേജിലൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, അവിടുന്ന് കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് കുറെ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫുൾ ഫോണിൽ ത്രൂലായിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. നമ്മളെല്ലാ ടീമായിട്ട് മൂപ്പർ ഫുൾ ടൈം കോർഡിനേഷൻ ഉണ്ടായിരുന്നു. കോളേജ് ടൈം എനിക്ക് തോന്നുന്നു മൂപ്പർ കാര്യമായിട്ടൊന്നും അതിൽ ഇൻവോൾവ് അല്ല, നമ്മളെ കാര്യത്തിലായിരുന്നു കൂടുതലായിട്ട് ഇൻവോൾവ് ആയത്. എന്തിലായിരുന്നു ഇൻവോൾവ്? കംപ്ലീറ്റ്ലി ഇൻടു മാർക്കറ്റിംഗ്. അത് എവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതിനുള്ള കാര്യം കംപ്ലീറ്റ് സപ്പോർട്ട് ഞാൻ മൂപ്പർക്ക് കൊടുത്തിട്ടുണ്ട്. മൂപ്പർ അതനുസരിച്ച് ഡെവലപ്പും ചെയ്തു. പാസ്സായല്ലോ അല്ലേ? യെസ്. ബാപ്പ അതൊക്കെ ഇത് കഴിഞ്ഞാലും അറിയാം ഇവന് മാർക്ക് കുറഞ്ഞ എന്തുകൊണ്ടാന്ന്. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാ മാർക്ക് കുറഞ്ഞ, അളിയനായിരുന്നല്ലേ. ഓക്കെ. അപ്പൊ പിന്നെ അന്ന് എന്തായിരുന്നു നിങ്ങൾ ഇനീഷ്യൽ ടൈംസിൽ മാർക്കറ്റിംഗ് എങ്ങനെയായിരുന്നു? ഇനീഷ്യൽ ടൈംസ് കോഴിക്കോട് ഫസ്റ്റ് കിട്ടും. നമ്മള് ഫസ്റ്റ് പുതിയ ക്ലിനിക്ക് ഇട്ടു. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിന്റെ കുറെ എനിക്കൊന്ന് 4-5 ഏജൻസീസിനെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഏജൻസി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അതെ ഡിജിറ്റൽ ആയിരുന്നു നിങ്ങളെ ഫോക്കസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിരുന്നു ഫോക്കസ്? സ്റ്റാർട്ടിങ് കംപ്ലീറ്റ്ലി ഇൻടു ഡിജിറ്റൽ ആയിരുന്നു. ഓക്കെ. അതെങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കുറെ ഏജൻസീസ്, ഒരു 4-5 ഏജൻസീസ് നമ്മൾ നോക്കി, നമ്മൾക്കൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. നമുക്കല്ല, ഇവനക്ക് സാറ്റിസ്ഫൈഡ് അല്ല. ഇവന് നമ്മൾ ഈ ഏജൻസീസിനൊക്കെ കാണുന്ന വെച്ചാൽ ആ ടൈമിലൊക്കെ നമ്മൾ മൈൻഡിലുള്ളത് ഇത് ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടാൽ ഇതായി, ഇതാണ് നമ്മൾ മൈൻഡിലുള്ള സാധനം. സ്റ്റാർട്ടിങ് ഞാൻ മൊത്തം പോഡ്കാസ്റ്റ് തുടങ്ങേണ്ടി ഈ മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടി അതായിരുന്നു നമ്മൾ മൈൻഡിലിട്ടത്. അതിങ്ങനെ മാറി മാറി നമ്മൾ 4-5 ഏജൻസീസിനെ നോക്കി നമ്മൾ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. ഈ 5 ഏജൻസീസിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ച് ലാസ്റ്റ് നമ്മള് ഹാരിസ് ആൻഡ് കോ. ഇത് ഏത് ഇയർ ആയിരിക്കും നിങ്ങൾ ഇത് തുടങ്ങിയത്? 24 ഫെബ്രുവരി 2024 ഫെബ്രുവരി. ഓ, 24 ഫെബ്രുവരി ഹാരിസ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓ ഓക്കെ, വളരെ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നിങ്ങൾ കുറെ കാലമായിട്ട് മേടിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഈ 5-6 ഏജൻസി ട്രൈ ചെയ്ത് തന്നെ. അതെ അതെ. ഇതൊരു എത്ര ടൈം പീരീഡിൽ ട്രൈ ചെയ്ത്? 1 month ഉണ്ട്, 2 months ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് ഒരു 5-6 മാസം കുറെ ഏജൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും കിട്ടി. ഒരു 1 year ഫസ്റ്റ് 1 year ഫുൾ ഫിഗർ. അതായത് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക, ഫാമിലി ഗ്രൂപ്പിൽ ഇടുക, ഫാമിലി കുറച്ച് ആൾക്കാരെ കണ്ടു, ആ സംഭവമാണ്. പിന്നെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടുക, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുക. ഇതാണ് ഞങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംഭവങ്ങളൊക്കെ ഇനീഷ്യലി ഞങ്ങൾ ഇതാണെന്നാണ് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. പിന്നീടാണ് ഇതിന്റെ ഇൻഡെപ്ത് കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ഓരോ ആൾക്കാരിൽ നിന്ന് ഓരോന്ന് പഠിക്കും. ഓരോ ആൾക്കാർ, അതായത് ഫസ്റ്റ് ഏജൻസി ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് ഒരു 5 digit നമ്പേഴ്സ് ആണ് ഇനീഷ്യലി ഞങ്ങൾ ആ ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ആകെ ഒരു 500 രൂപയിലുള്ള ഒരു പോസ്റ്റർ ചെയ്യാൻ ആൾക്കാർ എത്രയല്ലേ ചാർജ് ചെയ്യുന്നുള്ളൂ. അത്ര പിന്നെ എന്തിനാ ഈ 5-6 മാസം, ഒരു മാസത്തിൽ 5-6 പോസ്റ്ററിന് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ചെലവാക്കുന്നത്? യെസ്, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഉണ്ടായത്. ഇപ്പൊ ആ ഒരു 5 digits എന്നുള്ളത് ഒരു 7 digits 8 digitsലേക്ക് ഇപ്പം വന്നിട്ടുണ്ട്. വെരി നൈസ്. പക്ഷെ നിങ്ങളെ റവന്യൂ കൂടിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ആദ്യത്തിൽ പോസ്റ്ററാണ്. പിന്നെ അടുത്തൊരു ഒരു എന്താ പറയാ, ഒരു അശരീരി അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് ആ ഒരു തോട്ട് ഉണ്ടാവുമല്ലോ, ഓ ഇതുണ്ടോ, ഓ അതുകൊണ്ടോ, അതെപ്പോഴായിരുന്നു സംഭവിക്കുന്നത്? ഞങ്ങളൊരു 3rd or 4th ഏജൻസിയാണ് ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നിട്ടുണ്ടായത്. അതായത് എന്താണ് ഈ ഇതിന്റെ ഉള്ളിലേക്ക് ആൾക്കാരെങ്ങനെ ഞങ്ങളെ ബ്രാൻഡിനെ അറിയിക്കാം എന്നുള്ളത്, പുതിയൊരാളെ എങ്ങനെ ഞങ്ങളെ ബ്രാൻഡിനെ കുറിച്ച് സോഷ്യൽ മീഡിയ ത്രൂ അറിയിക്കാം എന്നുള്ളത് ഞങ്ങളൊരു റീസെന്റ് ഇതിന് മുന്നേ ഉണ്ടായി, ഇപ്പം കറന്റ്ലി ഉള്ള ഏജൻസിക്ക് മുന്നേ ഉണ്ടായ ഒരു ടീമായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അവർ ഒരു ക്വാളിറ്റി സംഭവങ്ങളൊക്കെ തന്നു തുടങ്ങിയപ്പോ നമുക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ ഇനിയും ഉണ്ട് പഠിക്കാൻ. കച്ചവടം ഉണ്ടാക്കാന്ന് കച്ചവടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കും. അതെ, ആൾക്കാരെങ്ങനെ ഇത് ആളെ എങ്ങനെ ഇത് എത്തിക്കാം എന്നുള്ള സംഭവം ഇതിലുണ്ടെന്ന് മനസ്സിലായി. അതായത് ഞങ്ങളിപ്പോ കാണുന്നത്
എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഓർഗാനിക് കണ്ടന്റ്സ് ആക്കിയിട്ട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ആ. അതുകൂടാതെ ആ. പെയ്ഡ് ആയിട്ട് ആ. ഇനീഷ്യൽ പുള്ളിൽ തന്നെ നമുക്ക് വലിയൊരു റിസൾട്ട്സ് ഉണ്ടാക്കുന്ന സംഭവമുണ്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയും, പക്ഷെ പെയ്ഡ് സംഭവം പെയ്ഡ് ആഡ്സ് ആണ്. അതെ. നാട്ടുകാർക്കൊന്നും അറിയില്ല. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കുഴിച്ചു. അതെ. ആ. അപ്പൊ ഈ രണ്ടും കൂടെ ഫിഗർ ഔട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിച്ച് തുടങ്ങി. ആ. അപ്പം ഞങ്ങൾ ഈ ഹാരിസ് ആൻഡ് കോ എന്ന് പറഞ്ഞ പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിപ്പിച്ചത് ഹാരിസ് ആണ്. അടിപൊളി. ഞങ്ങൾ അങ്ങനെ ഓൾറെഡി ഇൻ ടച്ച് ആയിരുന്നു. ആ. ഓ വലിയൊരു പൈസ മന്ത്ലി റീറ്റൈനർ ഫീ എന്ന് പറഞ്ഞപ്പോ ഇത്ര പൈസ കൊടുക്കണോ നമുക്ക്? കാരണം നമുക്ക് വേറൊരു ഉപകാരം ഇവരെ കൊണ്ടില്ല. 5-8 പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന എന്ത് കാര്യം, അതുകൂടാതെ മന്ത്ലി വേറെ എക്സ്പെൻസ്, ഷൂട്ട് എക്സ്പെൻസ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൈസ ഇതിന് ചെലവായി പോകുന്നുള്ളത് കണ്ടപ്പോൾ നമ്മൾ നല്ല ബാക്ക് അടിച്ചു. ആ. പിന്നെ ഇതിന് മുമ്പിൽ ഇതിന് മുന്നിൽ ഏജൻസി, അതിന് മുന്നേ ഞങ്ങൾ ഹാരിസുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വേണ്ടെന്നിട്ട് ഒഴിവാക്കി നമ്മൾ വേറൊരു ഏജൻസിനെ എടുത്തു. അപ്പൊ അവര് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളെ പറ്റിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവര് നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മൾ പറ്റിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നൈസായിട്ട് അവരെ ഒഴിവാക്കി പുതിയൊരു ടീമിനെ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ഓൺ ദ സ്പോട്ട് ഹാരിസ് ആൻഡ് കോ എന്ന് പറഞ്ഞൊരു ഏജൻസി. ഈ ഹാരിസിനെ എങ്ങനെ കണ്ടെത്തണം? ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്തണം? ഹാരിസിനെ നമ്മള് ഞാൻ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത ആ മാസം, അതിന്റെ മുമ്പത്തെ മാസം തന്നെ ഹാരിസിനെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പേയ്മെന്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി ഓടിയതാണ്. അല്ല, എന്താ അറിയോ, സാധാരണ ബിസിനസ് ഓണേഴ്സ് എത്ര വേണമെങ്കിൽ ഔട്ട്ലെറ്റിൽ ചെലവാക്കാം, സാലറിയും കൊടുക്കും, മാർക്കറ്റിങ്ങിന് കൊടുക്കൂല. നോർമലി അതൊരു ട്രഡീഷണൽ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞത് ചെറിയ പൈസയാണ്. പക്ഷെ ഇത് മനസ്സിലാവണമെങ്കിൽ കുറെ സമയം എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇറങ്ങി ഓടി. അല്ല, നിങ്ങളെ ഹാരിസിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത്? ഹാരിസ് എക്സിസ് ആ ഒരു ഏജൻസി എക്സിസ് ഇത് മിനാജ് തന്നെയായിരുന്നു പറഞ്ഞിട്ട്. ഹാരിസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ട്, അവിടെ തന്നെ പോവാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ച് 3 പ്രാവശ്യം ഞാൻ ഹാരിസൻകോയിട്ട് മീറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ 3 പ്രാവശ്യം വേണ്ടെന്ന് വെച്ചു. 4ാമത്തെ പ്രാവശ്യം അല്ലേ? 4ാമത്തെ പ്രാവശ്യം അല്ലേ? യെസ്, നമ്മൾ ബോർഡ് ചെയ്തു. അല്ല, നിങ്ങളപ്പോ എങ്ങനെയാണ് ആ ഏജൻസിനെ കണ്ടെത്തിയത്? ഞാൻ ഇവരുടെ പെയ്ഡ് ആഡ്സ് കാണാറുണ്ട്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതായത് എനിക്ക് മാർക്കറ്റിങ്ങിനോട് ചെറിയൊരു താല്പര്യമുണ്ട്. മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്ത സമയമാണ്. ഡിഗ്രി പഠിക്കുമ്പോൾ ബികോം ആണ് പഠിച്ചത്. മാർക്കറ്റ് ഫസ്റ്റ് ഇയർ ഉണ്ടായ ടൈമിൽ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാലിക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. പിന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ അവരൊരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എരണിപ്പാലം പാലത്തിന്റെ മുകളിൽ കൂടി ഒരു ഹോട്ട് എയർ ബലൂൺ വെച്ചിട്ട് ഹാരിസ് ആൻഡ് കോന്റെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ബേസിക്കലി അവർ അക്കാഡമിന്റെ പരസ്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഏജൻസി എക്സിസ്റ്റൻ ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പൊ 3 പ്രാവശ്യം ഇറങ്ങി ഓടി. 4ാമത്തെ പ്രാവശ്യം നിങ്ങൾ എങ്ങനെ കൺവിൻസ് ചെയ്യും? നോർമലി എല്ലാ ട്രഡീഷണൽ ബിസിനസ് അല്ലെങ്കിൽ നോർമൽ ബിസിനസ് ഓണേഴ്സിന് എല്ലാ പ്രശ്നമാണ്. അത് ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ എന്തിനാണ് അവരെടുക്കണത്? കൺവിൻസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കങ്ങ് ഓൺബോർഡ് ചെയ്യാം, വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. ഫസ്റ്റ് മന്ത് തന്നെ ഞങ്ങൾക്ക് പ്രോപ്പർ എന്താണ് ഞങ്ങൾ ആൾക്കാര് ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലാകാൻ തുടങ്ങി. അതായത് ഇവര് സംഭവമാണല്ലോ എന്താല്ലേ എന്നുള്ളത് ആ ഒരു റെസ്പോൺസ് ആൾക്കാരുടെ ക്ലാരിറ്റി ROI പ്ലസ് കണ്ടന്റ് വെച്ചിട്ട് ആൾക്കാരെങ്ങനെ, അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കണ്ടന്റ് വെച്ചിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല ആ ടൈമില്. ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പം ആൾക്കാർക്ക് പുതിയൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഈ കണ്ടന്റ്സ് ത്രൂ നമുക്ക് ആൾക്കാർ എങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രീനെ വളർത്തിയെടുക്കാന്നുള്ളത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റി. അപ്പം പിന്നീട് അവര് പറയുന്നതിനും ഞങ്ങൾ യെസ് ആണ് പറയാറ്. നമ്മളൊന്നും നോ പറഞ്ഞിട്ടില്ല, എല്ലാം യെസ് ആണ്. ഇതിന് പഠിച്ചതിന് യെസ് പറയണല്ലോ. അവർ ചോദിക്കുമ്പോ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ചോദിക്കാം. പക്ഷെ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും, അടുത്ത സാധനമായിട്ട് വന്നിട്ട് ഇത് യെസ് പറയേണ്ടി വരും. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഹാരിസൺ ഇതിപ്പോ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഹാരിസ്ക പൈസ വന്നിട്ട് ചെയ്യിപ്പിക്കുന്ന ഫുള്ള് പൈസ തരില്ല. ഞാനും ഓരോ എത്ര കച്ചവടം ചെയ്തിട്ടുണ്ട് അറിയാം. എനിവേസ്, അപ്പോ നിങ്ങൾ അഗെയിൻ അതിന്റെ ഇടക്ക് നിങ്ങൾ അക്കാഡമി എപ്പോഴായിരുന്നു ഹാരിസൺ കോയിൽ പഠിച്ചത്? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ടൈമില് ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരുന്നു. രാവിലെ പോയിട്ട് ഓഫീസ് ഷോപ്പ് ഓപ്പൺ ചെയ്യും. അതിനുശേഷം ഒരു 11 to 1 ക്ലാസ് ഉണ്ടാവും. ഹാരിസ് ആൻഡ് കോ അക്കാഡമിയിൽ 11 to 1 ആണ് ക്ലാസ് ഉണ്ടാവുക. ആ ടൈമിൽ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പറ്റിക്കപ്പെടുന്നു എന്ന് മനസ്സിലായി. വേറൊരു ടീമിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ പറ്റിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പുതുതായിട്ട് ഇതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം അതിലേക്ക് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ജസ്റ്റ് കോഴ്സും സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണമെന്നില്ല. എന്താണ് ഇതിൽ നടക്കുന്നതെന്നൊന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാവാൻ ജസ്റ്റ് പോയി കാര്യങ്ങളൊക്കെ ഹാരിസ് ആൻഡ് കോ അക്കാഡമി ദുബായിൽ പഠിച്ചു.
പ്രോപ്പറായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് പോയിട്ടില്ല. അവിടെ ചോദിച്ചാൽ മനസ്സിലാവും. ആ. പ്രോപ്പറായിട്ട് പോയിട്ടൊന്നുമില്ല. എനിക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ നിർത്തി മെല്ലെ ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ അത് നീ പോയതുകൊണ്ട് നിനക്ക് നല്ലൊരു ഏജൻസിനെ ഓൺബോർഡ് ചെയ്യാൻ പറ്റി. യെസ്. ഓക്കെ. അപ്പൊ ഇനി അടുത്തൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഏജൻസിനെ ഓൺബോർഡ് ചെയ്തു. എന്താണ് നിങ്ങൾ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ 1 to 3 months ചെയ്തത്? ഓൺബോർഡ് ചെയ്യുന്ന ടൈമിൽ ദേ ഡിമാൻഡഡ് 3 months ടൈം. ബ്രാൻഡിനെ കുറിച്ച് പഠിക്കണം, ഇൻഡസ്ട്രീനെ കുറിച്ച് പഠിക്കണം. ദേ വെർ നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ഹെൽത്ത് ഇൻഡസ്ട്രി ഇറ്റ് സീംസ്. അപ്പം അവർ പറഞ്ഞു 3 months നമുക്ക് ടൈം വേണം. ആ ഒരു 3 months ഫസ്റ്റ് ഇനീഷ്യൽ 3 months ഒന്നുമില്ല, 1-2 months കൊണ്ട് ഞങ്ങളെ സൈഡിൽ നിന്ന് നല്ല പ്രഷർ കൊടുത്തു. അവരുടെ സൈഡിൽ നിന്നും ആ ഒരു രീതിയിൽ റെസ്പോൺസ്, പ്രോപ്പർ പോസിറ്റീവ് റെസ്പോൺസ് വരാൻ തുടങ്ങി. ഡൺ വി ക്യാൻ ഡു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് 1.5 month കൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ റിസൾട്ട്സ് അവർ തന്നു തുടങ്ങി. എന്താണ് ഈ റിസൾട്ട്സ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? റിസൾട്ട്സ് കണ്ടന്റ്സ് ആയിക്കോട്ടെ, ആൾക്കാരുടെ ഇടയിലേക്ക് പുതിയ പുതിയ സാധനങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് എന്റർടൈൻഡ് ആവണം. സോഷ്യൽ മീഡിയ തുറക്കും, ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ആൾക്കാർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നത് ആൾക്കാരെ ചിന്തിപ്പിച്ചു തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടന്റ്സ് ആയിട്ട്. റിസൾട്ട്സിന് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ ഡെന്റൽ അറിയാത്തത് ഒരാളും ഉണ്ടാവില്ല. ഇൻഡസ്ട്രിയിൽ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ എനിക്കത് പഠിക്കണം. ഡെന്റൽ ഇൻഡസ്ട്രിയിൽ നല്ലൊരു പേരുണ്ടാക്കാൻ പറ്റി. പക്ഷെ നിങ്ങൾ കണ്ടന്റിലാണ് തുടങ്ങിയത്. യെസ്, കണ്ടന്റിലാണ് ഇനിഷ്യലി തുടങ്ങിയത്. അതിന്റെ കൂടെ തന്നെ ഓൺ ദി അതർ സൈഡ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉഷാറായി കൊണ്ടുവന്നു. ഓക്കെ. അത് ആദ്യത്തെ ആ മാസം തന്നെ പെർഫോമൻസ് പെയ്ഡ് ആഡ്സ് ഓഡിയൻസിന് മനസ്സിലുള്ളൂ. പെയ്ഡ് ആഡ്സ് നിങ്ങൾ തുടങ്ങിയിരുന്നോ ഫസ്റ്റ് മന്ത് തന്നെ? ഞങ്ങൾ പെയ്ഡ് ആഡ്സ് തുടങ്ങിയിരുന്നു. പ്രോപ്പർ റിസൾട്ട്സ്, ട്രാക്കിംഗ് റിസൾട്ട്സ്, അതായത് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു സംഭവം, ആ ഒരു റിസൾട്ട്സ് നമുക്ക് ഡയറക്റ്റ് അവർ കാണിച്ചു തന്നു. ഇത്ര സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര റിസൾട്ട് വരും. യെസ്. ഒരു നിങ്ങളോട് ചോദിച്ചു എത്ര സെയിൽ തന്നെന്ന്? എല്ലാം അതിൽ അപ്ഡേറ്റഡ് ആണ്. അല്ല, നിങ്ങള് മറ്റേ ലിങ്ക്ഡിൻ പോസ്റ്റ് ഇട്ടില്ലേ? കുറെ മുമ്പാ. അത് ഞാൻ 5 minute കൊണ്ട് ഞാൻ ബാക്ക് ഓഫ് ചെയ്തു. കാരണം അതിൽ റവന്യൂ, ആഡ് സ്പെൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി നിങ്ങൾ കൺവിൻസ്ഡ് ആവാൻ കാരണം ആസ് എ കോ ഫൗണ്ടേഴ്സ് നിങ്ങൾ പൈസ ഇട്ടപ്പം ശരിക്കും ആ കണ്ടന്റ് ഓക്കെ റീച്ച് കിട്ടും, പക്ഷെ അത് കച്ചവടത്തിലേക്ക് സംഭവം ഒന്നുമല്ല. ഇത് നമുക്ക് ആക്ച്വലി മാർക്കറ്റിംഗ് വേണം. മാർക്കറ്റിംഗിന്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം അഡീഷണലി വേണം. ഇവിടെ കുറെ ഡെന്റൽ ക്ലിനിക്സ് ഉണ്ട്. ഓക്കെ, ഡെന്റൽ ക്ലിനിക്സ് മാത്രം പോരാ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവണം. ഓക്കെ, നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ഇൻടു അലൈനേഴ്സ് ആണ്. നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് അലൈനേഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരാളും ഉണ്ടാവില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, അത്രയും കേസസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സാധനം കൂടി വേണം. പ്ലസ് മാർക്കറ്റിംഗ്, നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ആൾക്കാർക്ക് എത്തിക്കലാണ്. യെസ്, അതാണ് നമ്മളെ കാര്യം. ആ കാര്യം നമ്മൾ ആൾക്കാർക്കിടയിൽ എത്തിച്ചു. അത് പ്രോപ്പറായിട്ട് ആൾക്കാർ കണ്ടു, ആൾക്കാർ വന്നു, അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു. ഒരു ലൈം ലൈറ്റിൽ നോക്കുമ്പോൾ ജസ്റ്റ് ഇവര് മാർക്കറ്റിംഗ് മാത്രമാണ് എന്നുള്ളത് ആൾക്കാർ ഫസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഒരാൾ നമ്മളെ ക്ലിനിക്ക് വിസിറ്റ് ചെയ്താൽ ഞങ്ങളെ സ്റ്റാഫ്, വി ഹാവ് ഗുഡ് ടീം. നമുക്ക് കറന്റ് ഒരു 100+ സ്റ്റാഫ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ കറന്റ് ഇപ്പൊ എത്ര ഔട്ട്ലെറ്റ് ആയി? ഇപ്പം 3 ഔട്ട്ലെറ്റ് ഫംഗ്ഷനിങ്ങിലാണ്, ഒരു ഔട്ട്ലെറ്റ് ഈ മാസം ഓപ്പണിംഗ്. 100+ സ്റ്റാഫ് ഈസ് ബിഗ്. ഞങ്ങള് വിചാരിക്കാതെ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യം എഫേർട്ട് ഇടാം, റിസ്ക് എടുക്കാം, കാര്യങ്ങളൊക്കെ ചെയ്താൽ ഓൺ ദി അതർ സൈഡ് ദൈവത്തിന്റെ അടുത്തുള്ള സഹായം. അപ്പൊ ഈ അഗെയിൻ ഇപ്പൊ സാധാരണ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്നത് നോർമൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വല്ല ബ്രോഷറോ കാര്യങ്ങളോ ഒക്കെ ഇടും. ഈ കണ്ടന്റ് ആണല്ലോ നിങ്ങളെ മെയിൻ സാധനം. അത് എങ്ങനെയാണ് നിങ്ങളെ വളരാൻ സഹായിച്ചത്? ഒരു ട്രാജക്ടറി പറയുകയാണെങ്കിൽ ആൾക്കാരെ ഒരു സാധനം കണ്ടാൽ ആൾക്കാർക്ക് അത് കണ്ടിരിക്കാൻ തോന്നണം. ആ ടൈപ്പ് സാധനങ്ങൾ, വീഡിയോ, ആ ടൈപ്പ് റീൽസ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, മൂവ്മെന്റ് മാർക്കറ്റിംഗ്, ഇപ്പം ഏതെങ്കിലും മൂവിയോ സോഷ്യൽ മീഡിയ എടുക്കുന്നതിനൊരു മൂവ്മെന്റ് മാർക്കറ്റിംഗിൽ ഹാരിസ് പുലിയാണ്. സ്പോട്ടിൽ നമ്മൾ പോലും വിചാരിക്കാണ്ട് സാധനം ഗ്രൂപ്പിലുണ്ടോ. ആ ഗ്രൂപ്പിലുണ്ടോ, പക്ഷെ നിങ്ങൾ യെസ് പറയുന്നിടത്താണ് അതിന്റെ അടുത്ത ലെവല് പോണത്. ഇത് നമ്മൾ ചെയ്താൽ ശരിയാവും, ബ്രാൻഡിന് ഒക്കൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരും ഡീമോട്ടിവേറ്റഡ് ആവും. അതെ, അത് ഞങ്ങൾ നാടൻ ടൈപ്പിൽ തന്നെ ചെയ്യണം. ആൾക്കാർ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരു ടൈം ഇങ്ങനെ മടുക്കും. ആൾക്കാർ എന്റർടൈൻ ചെയ്യും. എവല്യൂഷൻ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഫിയറാണ്, പേടിയാണ്, ആങ്സൈറ്റിയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളും ഇതൊക്കെ ആക്കിയിട്ട് വരും. ഇത്
കുറച്ച് പേര് ചെയ്യുന്നുണ്ടാവും, കുറെ ചോര കാണിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ആൾക്ക് ഭയങ്കര പേടി കൂടെ ചെയ്യാം. അതല്ല നമ്മൾ ചെയ്യുന്നത്, ആൾക്കാരെ കുറച്ചും കൂടിയും നമ്മളായിട്ടുള്ള ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. റിലാക്സ്ഡ് ആയിട്ട് ഒരാൾക്ക് അവിടെ കയറി വരാൻ പറ്റണം. അതെ, ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നൈസ്. നിങ്ങൾ ആ മൊമെന്റ് മാർക്കറ്റിംഗ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ പടം ഓർമ്മ വന്നത്. ഏതായിരുന്നു ആ പടം? ലോകന്റെ ഒരു സാധനം വെച്ച് നിങ്ങൾ ചെയ്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തിയേ? മൂവി ഞാൻ ശരിക്കും മൂവി കാണലില്ല. ഞങ്ങളൊരു ഒരു മീറ്റിംഗിന്റെ ഇടയിൽ ഞങ്ങൾ ടീമിൽ ഒരാൾ പറഞ്ഞു പല്ലിന്റെ ഒരു സാധനം ആ സിനിമയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓക്കെ, നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പരിപാടി പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ട് സ്ക്രിപ്റ്റ് റെഡിയാക്കി വിത്തിൻ 3 days ഷൂട്ട് പ്ലാൻ ചെയ്തു. അടിപൊളി കണ്ടന്റ് വരെ ഉണ്ടാക്കി തന്നു. ഇന്നും ഞാൻ ആ ഫിലിം കണ്ടിട്ടില്ല. പടം കണ്ടിട്ടില്ല, വളരെ മോശം കേട്ടോ. ഇനിയെങ്കിലും നിങ്ങൾ ആ പടത്തിന് വരെ ഇറങ്ങിയതിന് ശേഷം, വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഞാൻ പോയി കണ്ടത്. ഇനിയെങ്കിലും ആ പടം കണ്ടിട്ടില്ലെങ്കിൽ. നൈസ്. അപ്പൊ അവിടെ നിന്നില്ല നിങ്ങൾക്ക് പഠനം എന്തായിരുന്നു? ആ ഒരു വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദാറ്റ് എക്സ്പെരിമെന്റ്? അതില് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത് ഇറങ്ങിയതിന് ശേഷം ലോക പാർട്ട് 2 നമുക്ക് ഫസ്റ്റ് ഇറക്കണം എന്ന് പറഞ്ഞു. അതായിരുന്നു ഒന്ന്. രണ്ടാമത്തത്, നമുക്ക് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ച്, അത് അടിപൊളി സാധനമായിരുന്നു. എന്നെ അറിയാത്ത ആൾക്കാർ പോലും ഡയറക്റ്റ് ആയിട്ട് ഫോണിൽ വിളിച്ചിട്ട് പറയാം, ഇതാരാ ചെയ്തത്, എന്താ സംഭവം, ഇതെന്തോ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈവൻ നമ്മളിപ്പം വലിയ വലിയ മീഡിയാസ് ഒക്കെ ഇപ്പം കറന്റ്ലി ഉള്ള കേരളത്തിലുള്ള മീഡിയാസ് ഒക്കെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളോട് പറയല്, നിങ്ങൾ ആ ലോക്കലിന്റെ വീഡിയോ അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് പറയും. അതാണ് ഫസ്റ്റ് ആയിട്ട് ഞങ്ങളൊരു വൈറാലിറ്റി കൊണ്ടുവരുന്ന ഒരു വീഡിയോ അതായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ആൾക്കാർ മാക്സിമം എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. ആൾക്കാർ ഫോൺ എടുക്കുന്ന ഒന്ന് റിലാക്സ് ആവണം. അപ്പം ഒന്നിക്ക് കോമഡി അല്ലെങ്കിൽ സാഡ് ആയിട്ടുള്ള ആ ഒരു കണ്ടന്റ്സ് ബിൽഡ് ചെയ്യാൻ, ഇമോഷണൽ കണ്ടന്റ്സ് ആണ് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഈ അഡീഷണൽ കണ്ടന്റ് നിങ്ങളിപ്പോ ബിൽഡ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ അഡീഷണൽ കോസ്റ്റും വരുന്നില്ലേ? ആ സമയത്ത് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, മൂപ്പരല്ലേ കാശ് തരണ്ടേ, അപ്പൊ എന്താണ് നിങ്ങളൊരു തോട്ട് പ്രോസസ് ഉണ്ടാവല്? ഇല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഹാരിസ് പറയുന്ന ഒന്നിനും നമ്മൾ നോ പറയില്ല. എല്ലാം ചെയ്തോ, നമുക്ക് ബാക്കി വരുന്ന അടുത്ത് വെച്ച് കാണാം. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റില്ല. അവസാനം ഇടി കിട്ടും ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത്, ഇത് എന്തുവാണേ ചെയ്ത് വെച്ചതെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും അല്ലേ? അവര് എന്തെങ്കിലും ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ നമ്മള് പ്രോത്സാഹിപ്പിക്കൽ മാത്രമല്ല, നമ്മള് അവരോട് ഒരു കാര്യം നമുക്ക് അത്രയും പ്രോപ്പറായിട്ട് ചെയ്തതിന് അപ്പം തന്നെ നമ്മള് വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അത്രയും സൂപ്പർ ആയിട്ടുണ്ടെന്ന് തന്നെ ഞാനായാലും മിനാജ് ആയാലും. അപ്രീസിയേഷൻ ഈസ് എവറിത്തിങ്. ആൾക്കാർ ഇത്രയും എനിക്കറിയാം, മൂപ്പര് പറയും ആ പോസ്റ്റർ രസമില്ലല്ലോ, നമ്മൾ ഒരു ദിവസം മെനക്കെട്ടിട്ട് ഉണ്ടാക്കിയതായിരിക്കും, ഈ ഒരു കംപ്ലീറ്റ് ബാക്ക് എൻഡിൽ എന്താ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം വല്ലാണ്ട് പ്രഷർ ചെയ്യലില്ല. ഇൻ കേസ് അർജൻസി ഉള്ള ടൈമിലല്ലാതെ എല്ലാവരോടും കൂടിയിട്ടാണ്. അതായത് ഒരു മാർക്കറ്റിംഗ് ഏജൻസി അവർ ഒരു പോസ്റ്റർ സ്ക്രാച്ചിൽ നിന്നായിരിക്കും ബിൽഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ബാക്ക് എൻഡിൽ എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ്, സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, കംപ്ലീറ്റ് കാര്യങ്ങൾ ചിലപ്പം അവർ തന്നെ അതിന് ഇന്റേണലി ചിലപ്പോൾ 1-2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഓൺ ദ സ്പോട്ട് അവരോട് ഇത് പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. തെറ്റ് തിരുത്തുക എന്നുള്ളത് ഓക്കെയാണ്, ബട്ട് റൈറ്റ് അവേ അവർ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ചെയ്തൊരു കാര്യം ഓൺ ദി സ്പോട്ട് ഒരിക്കലും അവർക്ക് ഒരു ക്വിക്ക് റെസ്പോൺസ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ബാലൻസ് ചെയ്യണം. യെസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സാധനം ചെയ്തു. അതിന്റെ മുമ്പ് വേറൊരു സാധനം ചോദിക്കാനുള്ളത്, പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്ത് ലീഡ്സ് വരുന്നുണ്ടല്ലോ, നിങ്ങളിത് എങ്ങനെയാണ് ആക്ച്വലി ഡയറക്ട്ലി വന്ന് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ കോൾ സെന്റർ ആണോ? ഹൗ ഡസ് ദാറ്റ് പ്രോസസ് ഹാപ്പൻ? അതിപ്പം കറന്റ്ലി ലീഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ്സ് ആണ്, ഗൂഗിൾ ഷീറ്റ്സ് ആൻഡ് CRM അതാണ് കറന്റ്ലി യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര ആൾക്കാരെ യൂസ് ചെയ്യുന്നുണ്ട്? എത്ര ഏജൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്? 7 ടെലികോളേഴ്സ് ഉണ്ട്. I can get you to 0. How? ഓക്കെ, നമുക്കും ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നു. ലീഡ്സ് ഇങ്ങോട്ട് വന്നിട്ട് ഏജൻസിനെ നിരത്തി ഹയർ ചെയ്യണം. ഏജൻസിനെ ഹയർ ചെയ്ത് ഏജൻസിനെ ട്രെയിൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു ഏജന്റ് നിർത്തിപ്പോവും. വീണ്ടും നമ്മൾ ട്രെയിൻ ചെയ്യണം, അതിന് SOPs കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ ഒരു AI ഏജന്റിനെ ഉണ്ടാക്കി. AI ഏജന്റ് ദാറ്റ് റെസ്പോൺസ് ടു ടെക്സ്റ്റ് മെസ്സേജ് ആസ് വെൽ ആസ് വോയിസ് മെസ്സേജ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇൻ മലയാളം. ക്ലൂഡോട്ട് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. സോ യു കൻ ഡിപ്ലോയ് ദാറ്റ് ടൂൾ. എന്നിട്ട് നമ്മൾ ചെയ്യൽ മേ ബി 90% ഓഫ് ദ എൻക്വയറീസ് അറ്റൻഡ് ചെയ്യും. അത് കറക്റ്റായിട്ട് സെല്ല് ചെയ്യും. നമ്മളെ കേസ് നിങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാനല്ലേ പറ്റുള്ളൂ, നമ്മൾ സെല്ല് ചെയ്യും. ലക്ഷക്കണക്കിന് ഉറുപ്പൊക്കെ സെല്ല് ചെയ്യും. കോഴ്സ് സെല്ല് ചെയ്യും, മെമ്പർഷിപ്സ് സെല്ല് ചെയ്യും, 1-on-1 കൺസൾട്ടേഷൻസ് സെല്ല് ചെയ്യും. ഇത് സെല്ല് ചെയ്തിട്ട്
നമ്മൾ ആക്ച്വലി നമ്മളെ ഇൻവോൾവ്മെന്റ് വളരെ മിനിമം. മേ ബി വി സ്പെൻഡ് അറൌണ്ട് 15-20 മിനിറ്റ്സ് എവറി ഡേ ഒരാൾ. അത് ഈ ഏജന്റിനെ വീണ്ടും റീട്രെയിൻ ചെയ്യണം. നമ്മൾ ഏജന്റിനെ ഡിപ്ലോയ് ചെയ്താൽ പോരാ, ആ ഏജന്റ് നമ്മൾ ഇതിപ്പോ ഈ പോഡ്കാസ്റ്റിൽ ഇരിക്കണോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഈ കാര്യത്തിൽ മീറ്റിംഗ് ഇരിക്കണം. അത് ഞാൻ വേറെ ഓൾറെഡി ഏതോ ഒരു നമ്പർ അയച്ചെടുക്കാറില്ല, ഇത് ആ നമ്പർ അയച്ചത്, ഇത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ബേസിക്കലി നിങ്ങൾ പിന്നെ ഗൂഗിൾ ഷീറ്റ് അല്ലെങ്കിൽ CRM വരുന്നു, അവിടുന്ന് ഏജന്റ് എടുക്കുന്നു, ഏജന്റ് ഫോളോ അപ്പ് ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നു. ഇതല്ലേ പ്രോസസ്. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു ലോഗന്റെ ആ സാധനം ഭയങ്കര ഹിറ്റായി. ഞാനും ആക്ച്വലി ഭയങ്കരമായിട്ട് ഞാൻ ആക്ച്വലി നിങ്ങളെ കുറെ കാലമായിട്ട് എൻ്റെ റഡാറിലുണ്ട്. പക്ഷെ ഞാൻ പ്രീമിയം റഡാറിലേക്ക് കയറ്റിയത് ഈ ഒരു കണ്ടന്റിന് ശേഷമാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ദേ വരുന്ന അടുത്ത് മിൻഹാജിന്റെ വീഡിയോ. അത് അതിന് ശേഷമല്ലേ വന്ന്? അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് മിൻഹാജിന്റെ ആദ്യം കണ്ടിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. മിൻഹാജ് പറഞ്ഞ നീയായി പോകുന്നത്. ഇൻ ദ ഫുഡ് പറഞ്ഞ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പെയ്ഡ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. പെയ്ഡ് മാർക്കറ്റിംഗിന് കൂടെ നിങ്ങൾ കണ്ടന്റും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് അത് കിട്ടിയേ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാന്നല്ലേ? അതെന്നാ ഞങ്ങളിപ്പം ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളെ മൈൻഡിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും നിൽക്കാൻ പോണില്ല. എത്ര വലിയ കമ്പനി ആയാലും നിന്നു പോയി. ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, നാലാൾ അറിയണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ഞങ്ങൾ തുടങ്ങുകയാണല്ലോ. അതെ, പുതിയതാണല്ലോ. ഞങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ രീതിയിൽ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാന്നുള്ള സാധനങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ കറക്റ്റ് മിന്ത ഫുഡിന്റെ അവൻ തന്നെ അവന്റെ ഒരു ലൈഫ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ കാർ എന്തോ കഴുകാൻ പോയിട്ട് മുന്നേ ലൈഫ് അങ്ങനത്തെ എന്തൊക്കെയോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവൻക്ക്. അവന്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഇംഗ്ലീഷ് പ്ലസിന്റെ എക്സ് കോ ഫൗണ്ടറോ അവന്റെ പേര് ഓർമ്മ. നല്ലൊരു ക്വാളിറ്റി വീഡിയോ ആയിരുന്നു, അടിപൊളി വീഡിയോ ആയിരുന്നു, ജെന്യൂൻ വീഡിയോ ആയിരുന്നു. അപ്പൊ അതിൽ കണ്ടപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇവൻ ആയിക്കൂടാന്നുള്ളത്. അപ്പം അവൻക്ക് പല്ലിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം ആരെ കണ്ടേ പല്ലായിരിക്കില്ല നോക്കുക, സാധനം കൊടുക്കാൻ പറ്റുമോ? മിന്നിന്റെ കാര്യത്തിൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. മിൻ ആക്ച്വലി ഒരു ജെന്യൂൻ പേഴ്സൺ. മിൻ ആക്ച്വലി നമ്മുടെ അടുത്ത് വന്ന് മിന്നിന് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുമെന്ന് അറിയണം, എന്നാൽ മാത്രമേ മിന്നു പറയുള്ളൂ, ആൾക്കാരോട് പറയുള്ളൂ. ഭയങ്കര പെർഫെക്റ്റ് പേഴ്സൺ ആണ്. എല്ലാ കാര്യത്തിലും ഫുള്ളി ഇൻവോൾവ് ഉള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അതായത് ഒരു പണി പൈസ കൂട്ടോട്ടെ, വെറുതെ ഓവർ പറഞ്ഞ് ചളമാക്കണ്ട. ഓൾറെഡി കൂട്ടിയിട്ടുണ്ട്. അല്ല എന്നാലും റിസൾട്ട് എന്നാലും ഓക്കെയാണ്. ക്വാളിറ്റിയാണ്, കണ്ടന്റ് ക്വാളിറ്റിയാണ് ഇൻഫ്ലുവൻസേഴ്സ് എപ്പോഴും തരേണ്ടത്. അതായത് ഞങ്ങൾ പേ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട്, അവർക്ക് ഞങ്ങളെ ആവശ്യമുണ്ട്. രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ അവർ എത്രത്തോളം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നു അത്രത്തോളം അവർക്ക് മാർക്കറ്റിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇൻഫ്ലുവൻസർ മിന്നിന്റെ കാര്യം പറഞ്ഞല്ലോ. മിന്ന് ആക്ച്വലി ഫസ്റ്റ് നമ്മളടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് അത് സക്സസ് ആയി എന്ന് അറിഞ്ഞതിന് ശേഷമാണ് മിന്നിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സാധനമാണ് മിന്ന് പുറത്ത് പറഞ്ഞത്. അതാണ് അതാണ് വേണ്ടത്. അതായത് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഈ ഷുഡ് അടിവയറ്റിന് വരണം, ഓട്ടോമാറ്റിക്കലി. പിന്നെ നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, പിന്നെ പറയണ്ട. അത് പിന്നെ റോമിൻ ബ്ലോഗർ അവന്റെ അവന്റെ പല്ലും നിങ്ങൾ ശരിയാക്കി. ഒരു 70% ഒക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് അവന്റെ പിൻഡ് പോസ്റ്റ് നോക്കിയിട്ടും അവൻ ഇപ്പം റീസെന്റ് ഇട്ട പോസ്റ്റ് നോക്കിയാലും നമുക്ക് പല്ലുള്ള ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ മിന്നിനെ നിങ്ങൾ പിന്നെ മിന്നിന്റെ നമുക്ക് മിന്നിൻ ചെയ്ത് നിങ്ങൾ പല്ല് നോക്കിയപ്പോ ഇതിന് പ്രശ്നമുണ്ട്. അപ്പൊ മൂപ്പരോട് പറഞ്ഞു, മൂപ്പരോട് പറഞ്ഞാ എനിക്ക് പല്ല എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങോട്ട് ചോദിച്ചാണ്. ഓ മിന്ന് നിങ്ങളടുത്തേക്കോ? അല്ലല്ല, അങ്ങനെയല്ല. പല്ലിന്റെ കാര്യം മോനാണ്, പല്ലിന് ഇങ്ങനെ ഒരു ഇതുണ്ട്, നമുക്ക് ചെയ്തു നോക്കാന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. അല്ല നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു റിലേഷൻ ഫസ്റ്റ് നിങ്ങൾ മിന്നുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ എവിടെന്നാ വരുന്നത്? അവന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു വീഡിയോ കണ്ടു. അതിൽ ജസ്റ്റ് ഞാൻ കോണ്ടാക്ട് ചെയ്തു, ആളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആൾ എന്നോട് 2 പ്രൈസിങ് പറഞ്ഞു. ഞാനിപ്പം കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 പ്രൈസിങ് ആണ്. 2 ക്വാളിറ്റി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്ക് പെർഫെക്റ്റ്ലി നിങ്ങൾ എനിക്ക് വിട്ടു തരികയാണെങ്കിൽ ഞാൻ അത് ഉഷാറാക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ്ലി വിട്ടുകൊടുത്തു. ആ ടൈമിൽ ഫസ്റ്റ് പറഞ്ഞ കുറവായിട്ടുള്ള ഒരു പ്രൈസും കൂടുതലായിട്ടുള്ള ഒരു പ്രൈസും എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ മൂപ്പരോട് കൂടുതലായിട്ടുള്ള പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് അവന്റെ പ്രൈസ് എന്ന് പറഞ്ഞത്. നമ്മൾ രണ്ടാലും കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു താഴ്ന്നിട്ടുള്ള ഒരു സാധനം നമ്മൾ ചൂസ് ചെയ്യില്ല. നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷനിലുള്ളത് അത് നമ്മളത് ക്വാളിറ്റി കീപ്പ് ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു ആ പ്രോസസ് എങ്ങനെയായിരുന്നു? കാരണം മിന്ന അങ്ങനെ വെറുതെ ഒന്നും ആർക്കും ചെയ്തു കൊടുക്കൂല.
അപ്പൊ നിങ്ങളത് ഓക്കെ അത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മിന്നു വന്നിട്ട് എന്താണ് മിന്നു ചെയ്തത്? മിന്നു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ആ. മിന്നിന്റെ ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസ് അതായിരുന്നു മിന്നു പറഞ്ഞത്. അതാണ് ജെന്യൂൻ ഫ്രം ദ ഹാർട്ട്. അതായത് Yes. അവൻക്ക് എന്താണ് അവിടുന്ന് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുള്ളത് അതാണ് അവൻ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. True. ഹീസ് എവറി ടൈം വെൻ ഹി കംസ് ഹീസ് ഹാപ്പി. അവന്റെ വീഡിയോ അവൻ ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബാക്കിയുള്ള കണ്ടന്റ്സ് ഒക്കെ സംസാരിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഈ കാര്യം ആക്കാരെന്ന് പറഞ്ഞിട്ട് പറയണം. ഇവൻ അറൌണ്ട് 4 വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോ കഴിയുന്നതിന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നത്. അതിനാകുമ്പോൾ നമുക്കും സന്തോഷം. അപ്പൊ അവൻ അത് ചെയ്തു. അവിടെ ഞാൻ മനസ്സിലാക്കണം എന്താ, ഞാൻ എപ്പോഴും ഇ കൊമേഴ്സിന് കസ്റ്റമേഴ്സിനോട് അറിയും, നിങ്ങളെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ടോ ചോദിക്കും. ഓക്കെ. നിങ്ങളെ സർവീസിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഓക്കെ. ഇത് രണ്ടും ആണെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് പോയാൽ മതി. അതെ. നിങ്ങളുടെ പ്രൊഡക്റ്റ് Correct. പെർഫെക്റ്റ് ആയിരിക്കണം. Yes. പിന്നെ നിങ്ങൾ ആര് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും ദ സ്റ്റോറി ഈസ് ദ സെയിം. Yes. അപ്പൊ നിങ്ങൾ പിന്നെ അങ്ങോട്ട് നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഈ സാധനം എത്തിക്കുക എന്നില്ല. മിന്നാജ് ഇപ്പൊ പറഞ്ഞല്ലോ, ആ. മിന്നെ നമ്മള് ക്ലിനിക്കിൽ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. സെയിം തിങ് നമ്മൾ പേഷ്യൻസും കറക്റ്റ്. നമ്മൾ അവരായിട്ടുള്ള ഒരു റാപ്പ് ഉണ്ടല്ലോ. നമ്മളെ എന്റെ സ്റ്റാഫ്സ്, എന്റെ ടീം, ഐ എം റിയലി പ്രൗഡ് ഓഫ് ദം. ഞങ്ങളെ ടീം അടിപൊളി ടീമാണ്. ഒരാള് വന്നിട്ട് എന്തെങ്കിലും ഇൻ കേസ് 100 150 ആൾക്കാർ ഒരു ദിവസം വന്നാൽ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർ വീട്ടിൽ പോയി. വിടുള്ളൂ. അവർ വീട്ടിൽ പോയിട്ട് അപ്പൊ പിന്നെ ഞങ്ങൾ പെട്ട് എന്താ ഇതിന്റെ പൊടിക്കൈ എന്താ നല്ല ടീമിനെ കിട്ടാനല്ലേ. ഞങ്ങൾ അതായത് നിങ്ങളിപ്പം ഡോക്ടർ ആണെങ്കിൽ കയറി പോകുമ്പോൾ ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഞങ്ങൾക്ക് സ്റ്റാഫ്സ് ഉണ്ട്, ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റാഫ്സ് ഞങ്ങൾക്കുണ്ട്. ഓ വെരി ഗുഡ്. യെസ്. ഞങ്ങളോട് പറയും നമ്മൾ അത്ര അവിടെ നിൽക്കുന്ന പറഞ്ഞ് ഞങ്ങളെ നിർത്തിക്കാനുള്ള സ്റ്റാഫ്സ് നമുക്കുണ്ട്. കാരണം ഞങ്ങൾ അവര് ശരിയാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് റേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടായി. അപ്പൊ ഡെമോക്രസിയാണ്. നമ്മൾ ഒരിക്കലും നമ്മള് വേറെ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഓരോ മാസം കൂടുതൽ ഓരോ അപ്ഡേഷൻ നമ്മൾ കൊണ്ടുവരും. അവർക്കും അതിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും, നമുക്കും ബെനിഫിറ്റ്സ് ഉണ്ടാവും, പേഷ്യൻസിനും അത് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഓരോ പുതിയ കാര്യങ്ങൾ ഓരോ മാസം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റാഫ്സ് ഉണ്ട് ഞങ്ങൾക്ക് ശരിക്കും. ഒരാൾ ഈ ചങ്ങായിമാര് അറിയും ഇന്ന് ഷൂട്ട് ചെയ്തേ പറ്റൂ, എടാ ഇന്ന് വയ്യടാ നടക്കൂല. അപ്പൊ ഞാൻ കറക്റ്റ് റൂട്ടിലാണ്. ഓക്കെ. പക്ഷേ അത് പറഞ്ഞപ്പോളാ ഡെന്റൽ ഇൻഡസ്ട്രിയില് ഇപ്പം നല്ല കത്തി നിൽക്കുന്ന സാധനമാണല്ലോ സാലറി കൊടുക്കില്ല എന്ന്. ആദ്യം ഇതുണ്ടെങ്കിലല്ലേ ബാക്കിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അത് നിങ്ങൾ എങ്ങനെയാ സോൾവ് ചെയ്യുക? അപ്പം ഇപ്പൊ ഉള്ള മെയിൻ പ്രശ്നമാണ് ഇത്. ഒരു 8,000 മേ ബി ഒന്നും സാലറി കൊടുക്കാണ്ട് തന്നെ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പോലും ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്കതൊക്കെ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. അവർ ഇത്രയധികം പഠിച്ച് 12th കഴിഞ്ഞ് അതിനുശേഷം നീറ്റിന് 1 year പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം ഒരു 5 years കോളേജിൽ നിന്ന് വർക്ക് ചെയ്ത് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് ഇത്ര ഹെക്ടിക് പ്രോസസ്സിലൊക്കെ അവർ ചെയ്ത് വന്നിട്ടും അവർക്ക് കിട്ടുന്ന ആകെ ഇത്ര തുച്ഛം സാലറി നമുക്ക് തന്നെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പണ്ട് തുച്ഛം സാലറി ആയിരുന്നോ തുടങ്ങിയ സമയത്ത്? മേ ബി ആയിരിക്കാം. യെസ് ആണ്. ഓക്കെ. അതെ, ഐ നോ ദ പെയിൻ. സീരിയസ്ലി ഞാൻ ജോയിൻ ചെയ്ത് തന്നെ വളരെ ചെറിയ സാലറി ഒരു ഓർത്തഡോണ്ടിസ്റ്റ് ഒരിക്കലും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. മേ ബി അതെ. അപ്പം നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എത്ര അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം അതിൽ നമ്മളൊരു ചേഞ്ച് നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ അറ്റ് പ്രസന്റ് നമ്മൾ BDS ഡോക്ടർ കാലിക്കറ്റിൽ നമ്മൾ BDS ഡോക്ടറൊക്കെ നമ്മൾ കൊടുക്കുന്നത് 3 lakh സാലറിയാണ് പെർ മന്ത്, മാസം. എന്നാ പിന്നെ ഞാൻ പോയിട്ട് ഡെന്റിസ്റ്റ് പഠിക്കാം. അതിന് ക്രൈറ്റീരിയാസ് ഉണ്ട്, ഞങ്ങളെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. പേഷ്യന്റ് ഹാപ്പി ആയി, പേഷ്യന്റ് ഹാപ്പി. നമുക്ക് ആകെയുള്ള കണ്ടീഷൻ പേഷ്യന്റ് എന്റെ ക്ലിനിക്ക് പുറത്ത് ഇറങ്ങി പോകുന്ന സമയം ചിരിച്ചുകൊണ്ട് പോകണം. നിങ്ങൾ പറയുമ്പോ ആലോചിച്ച് പറഞ്ഞോളൂ കേട്ടോ. യെസ്. ഈ പോഡ്കാസ്റ്റ് പുറത്ത് പോകുമ്പോ സാധനം പോവും, കയ്യിന് പോവും. ഇത് കാര്യമായിട്ടുള്ള കാര്യമല്ലേ. നിങ്ങൾ ഫ്രഷർക്ക് എത്ര കൊടുക്കും? ഫ്രഷറിന് നമ്മൾ ഇനീഷ്യലി തന്നെ നല്ലൊരു ഫ്രഷർ എല്ലാ കാര്യം വർക്കെല്ലാം അറിയുന്നതാണെങ്കിൽ ഒരു 50,000 ഇൻക്ലൂഡിങ് എല്ലാം അവർക്ക് പോകും. കയ്യിന് പോയ അവസാനം എനിക്ക് അടി കിട്ടരുത്, ഒരിക്കലും പോകില്ല. ഒരിടത്ത് പോയിട്ട് എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയും. ഒരിക്കലും പോകില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ആ കോൺഫിഡൻസ് ഇഷ്ടപ്പെട്ടു. ഇൻഡസ്ട്രി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ അതൊരു അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ പ്രോപ്പർ വിഷൻ, അതാണ് ഇൻഡസ്ട്രീനെ തന്നെ മാറ്റിമറിക്കണം എന്നുള്ളൊരു ഒരു പ്രോപ്പർ വിഷൻ. മൊത്തത്തില് മാറ്റിമറിക്കുകയാണല്ലോ. നമ്മളൊരു ജനറൽ മെഡിസിൻ ഡോക്ടർ, MD ഡോക്ടർ ഒരു മേ ബി 1.5 പേർക്ക് സാലറി കിട്ടുന്നുണ്ട്. അതിനെക്കാട്ടി കൂടുതൽ ഒരു BDS ഡോക്ടറിന് ഏൺ ചെയ്യാൻ പറ്റും, ചെയ്യുന്നുണ്ട്. ആൾക്കാർ അതിനുള്ള എഫേർട്ട് ഇട്ടാൽ മതി, അതിലെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, ഏത് ഡോക്ടേഴ്സിനും അത് ചെയ്യാൻ പറ്റും.
അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മളെ ക്ലിനിക്കിലേക്ക് വരുന്ന ഒരു പേഷ്യന്റ് ചിരിച്ചിട്ട് പോകണം, ഹാപ്പി ആയിട്ട് പോകണം. അതാണ് ഞങ്ങള് മെയിൻ. അവർ കൊടുക്കൂല, സാലറി കൊടുക്കൂല, എടുക്കാനല്ലേ നമ്മള് നിങ്ങളിപ്പം എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നാൽ ഡോക്ടറിനോട് ചോദിക്കും എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളത് ചോദിച്ചാൽ പ്രോപ്പർ ഡോക്ടർ വിത്തിൻ 5 to 10 minutes ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ഡയറക്റ്റ് പേഷ്യന്റിനെ വിളിച്ചിട്ട് പ്രോബ്ലം സോൾവ് ആയിട്ടില്ല വീട്ടിൽ പോയിട്ട് സോൾവ് ആക്കി കൊടുക്കും. ഓ, അതാണ് നിങ്ങൾ SOP. നമ്മൾ സർവീസ് അത്രയും ബെസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ പ്രൊഡക്റ്റ് സെറ്റാണ്, സർവീസ് സെറ്റാണ്, ടീം സെറ്റാണ്. ഇനി അങ്ങോട്ട് സ്കെയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പം മിന്നിന്റെ ഞങ്ങൾ ചെയ്തു, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വർക്ക് ചെയ്തു, പെയ്ഡ് മാർക്കറ്റിംഗ് നേരത്തെ വർക്ക് ചെയ്തു. ഹനാൻഷാനെ കൊണ്ടോ നിങ്ങള്? ഹനാൻഷാനെ കൊണ്ടുവന്നു റൈറ്റ് ആഫ്റ്റർ മിൻ. ഞങ്ങള് സാധനം വർക്ക് ചെയ്തല്ലോ അല്ലേ? മാർക്കറ്റിൽ ബെസ്റ്റ് ആരാന്ന് ഒറ്റ ചോദ്യം ചോദിച്ചു, ഒറ്റ ആൻസർ ഹനാൻഷയാണെന്ന് പറഞ്ഞു. ബെസ്റ്റ് ക്രിയേറ്റർ ദാറ്റ് യു കാൻ എവർ ഓൺ ബോർഡ്. ഓൺ ദ സ്പോട്ട് ഓൺ ബോർഡ് ചെയ്തു. നല്ല അടിപൊളി വീഡിയോ. അതിന്റെ എത്ര ഇരട്ടി ചാർജ് ചെയ്തിട്ടുണ്ടോ ഹനാൻഷ? ഇരട്ടിയിൽ പറഞ്ഞാൽ മതി. എങ്ങനെ? മിന്നിന്റെ 3x ആണോ 4x ആണോ? 15x കാൽക്കുലേറ്റ് ചെയ്തത് നിങ്ങൾ. ഇവൻ ഭയങ്കര റിസ്ക് ടേക്കർ കേട്ടോ, നിങ്ങളൊന്നും അല്ല കേട്ടോ. ഞാനല്ല, അതാരെടുത്തൊരു ഹനാൻഷാരെ എവിടെ പറഞ്ഞു. ഓ, മനസ്സിലാക്കി കൊടുത്താൽ അതിനെ മൂപ്പരായിക്കോളൂ ചെയ്തോന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹനാൻഷാന്റെ പല്ലും സെറ്റാക്കി? അല്ല, ഹനാൻഷാന്റെ പല്ല് സെറ്റാക്കി പല്ലല്ല, നിങ്ങൾ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന്. ഹനാൻഷ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തു. ഓ, അലൈനറിന്റെ വീഡിയോ ചെയ്തു. ഓ, ഓക്കെ, വെരി നൈസ്. അപ്പൊ അത് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ SEO തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി? ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതെപ്പോ സ്റ്റാർട്ട് ചെയ്തു? 1 month ആവുന്നു. 1 month ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് SEO സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ പറയാ, ഇതിന്റെ റിസൾട്ട് വരെ 6 മാസം എടുക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇത് ഹാരിസിനോട് പറയും, എടാ നിന്നോട് ഞാൻ ആദ്യം SEO ചെയ്താലല്ല ഗുണം എന്താ അറിയോ, അതിലൊരു ചെറിയ ഹാരിസ് പറഞ്ഞു നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ തെറ്റൊക്കെ വരുത്താം. ഞാൻ ഹാരിസിനോട്, ഞാൻ ഏത് ക്ലയന്റ് വന്നു കഴിഞ്ഞാലും ഞാൻ ആദ്യം പറയാം, പെർഫോമൻസ് വർക്കിന് പെട്ടെന്ന് റിസൾട്ട് വരും, ക്ലയന്റ് ഹാപ്പിയാവും. 3 മാസം കഴിഞ്ഞാൽ ക്ലയന്റിന് ഭ്രാന്താവും. കാരണം ഇ-കൊമേഴ്സിൽ കുറെ റിട്ടേൺസും ഇതൊക്കെ വന്ന് അവസാനത്ത് അൺപ്രോഫിറ്റബിൾ ആവും. ഞാൻ ആദ്യം പറയാം, യു ഇൻവെസ്റ്റ് ഇൻ SEO. ഇത് 6 മാസം കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് വരുമല്ലോ. അപ്പോൾ അത് തുടങ്ങിയിട്ട് ഞാൻ അടുത്ത മാസം ഞാൻ പെയ്ഡ് മാർക്കറ്റിംഗ് തുടങ്ങും. പെയ്ഡ് മാർക്കറ്റിംഗ് റിസൾട്ട് വരുമ്പോഴത്തേക്കും റിട്ടേൺസ് ഒക്കെ അടിക്കുമ്പോൾ ഇത് അൺപ്രോഫിറ്റബിൾ ലോസിലേക്ക് പോകും. പക്ഷെ അപ്പോഴത്തേക്ക് SEO അടിച്ച് കയറിയിട്ടുണ്ടാവും. അപ്പം ഇനി പെയ്ഡ് മാർക്കറ്റിംഗ് കുറച്ചാലും പ്രശ്നമല്ല, SEOന് സെയിൽസ് വരും. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ്. അപ്പോൾ നിങ്ങൾ അടുത്തത് ഹനാൻഷാൻ ഓൺബോർഡ് ചെയ്തു, പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളെ കണ്ണൂർ ഓപ്പണിംഗ് ഹനാൻഷയായിരുന്നു ചെയ്തത്. ഓക്കെ, വൈ ഹനാൻഷ? കുറച്ച് ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്തുകൊണ്ട് ഹനാൻഷ? ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ ഈ ഇൻഡസ്ട്രിയും ഹനാൻഷയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിക്കുക. ഹെൽത്ത് ഇൻഡസ്ട്രിയും ഈ ഹനാൻഷയും തമ്മിൽ ഒന്നുമില്ല, മിന്നിങ്ങനെ ഇടക്കിടക്ക് പല്ല് കാണിക്കിട്ടേ അതാണ് ആൾക്കാർ ഫസ്റ്റ് ചോദിക്കുന്നത്, വൈ ഹനാൻഷ എന്നുള്ളത്. ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് വേണം, ആൾക്കാരൊന്ന് റിലാക്സ് ആയിട്ട്. ഈ ഒരു ഇൻഡസ്ട്രി തന്നെ നമുക്ക് എങ്ങനെ ആൾക്കാരെ എന്റർടൈൻ ചെയ്തിട്ട് ആൾക്കാർക്ക് ഈ ഒരു ഇൻഡസ്ട്രി ആ ഒരു രീതിയിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുക്കുന്നത് തന്നെ, സോഷ്യൽ മീഡിയ എടുക്കുന്നത് തന്നെ. അപ്പം ഞങ്ങൾ കണ്ടന്റ്സും പ്ലാൻ ചെയ്യുന്നത് ഒന്നുകിൽ ഇമോഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു സാധനമായിരിക്കണം. ആ ഒരു 2 സൈഡിലുള്ളതാണ് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാറ്. എപ്പോഴും നിങ്ങളൊരു ഇമോഷണൽ ടച്ച് ആണ് നിങ്ങളെ കണ്ടന്റിനുള്ളത് അല്ലേ? അതാണ് ഹാക്ക്. ഇത് കേൾക്കുന്നവരെല്ലാവരും മനസ്സിലാക്കിക്കോ, ഇമോഷണൽ ടച്ച്. ഓക്കെ, എനിവേസ്, അപ്പോൾ പിന്നെ ആദ്യം നിങ്ങൾ ഇതിനകത്ത് കറക്റ്റ് ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അവരെ പേഷ്യൻസ് നമുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. പേഷ്യൻസ് കംപ്ലീറ്റ് സാധനം കിട്ടും. നമ്മൾ പേഷ്യന്റ് വരുമ്പോൾ തന്നെ പറയൂ, ഹനാൻഷന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, മിന്നിന്റെ വീഡിയോ കണ്ടിട്ട്, സത്യം പറയാം, മിന്നിന്റെ വീഡിയോ കണ്ടിട്ട് UK ഫ്ലൈറ്റ് പിടിച്ച് വന്നിട്ട് അലൈനർ ചെയ്തിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിന് തിരിച്ചു പോയ ആൾക്കാർ നമ്മൾ കൂടെ. ശരിക്കും 10x ഒക്കെ അവന്. ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, എടാ നിനക്ക് ഇതിന്റെ ROI അറിയോ ചോദിച്ചു. ഇല്ല, ഞാൻ സാധാരണ ചോദിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ചോദിക്കണം, എന്നാലേ നിനക്ക് വളരാൻ പറ്റുള്ളൂ. ഈ വീഡിയോ റിലീസ് ചെയ്യുന്നതിന് മുന്നേ മിന്നിനെ കണ്ണൂർ വീഡിയോ ഇങ്ങോട്ട് കണ്ണൂർ വീഡിയോ 1 year കോൺട്രാക്ട്. അപ്പൊ ആദ്യം മനസ്സിലാവില്ല, അവിടെ ഒന്ന് പറയും വെക്കാറ്, എനിക്ക് 1 year കോൺട്രാക്ട് കിട്ടിട്ടോ. എന്നാ വേറൊരു സാധനം ഉണ്ട്, അടുത്ത ആഴ്ച ഈ ആ പോഡ്കാസ്റ്റ് കണ്ടു നോക്ക്, അപ്പൊ മനസ്സിലാവുന്ന അറിയൂ. ഓക്കെ,
അപ്പോൾ അത് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ് നിങ്ങൾ എപ്പോഴാണ് ചിന്തിക്കുന്നത്? നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു 8 months ഉള്ളിൽ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓ നൈസ്. തലശ്ശേരിയിൽ. നിങ്ങൾ ആകെക്കൂടി 2 കൊല്ലമായിട്ടില്ല വന്നിട്ട്, 10 കൊല്ലമായ ഒരു പ്രതീതി എനിക്ക് തോന്നുന്നത്. മാർക്കറ്റിൽ നമ്മൾ അത്രയും ഇൻവോൾവ് ആണ് ഓരോ കാര്യത്തിൽ. നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തുടങ്ങിയിട്ടൊക്കെ നമുക്ക് അത്രയും പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇനീഷ്യലി എന്നെ അറബ് പേഷ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടംപോലെ ഒമാനി പേഷ്യൻസ്, സൗദി പേഷ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ അതിലൊക്കെ പറയാൻ കാരണം എൻ്റെ ടീമിനെ ഞാൻ എടുത്ത് പറയുന്നത്, ഈ ഒമാനി പേഷ്യൻസ് ഒക്കെ വരുന്നത് ആസ്റ്ററിലും മൈത്രിയിലൊക്കെ വലിയ വലിയ ട്രീറ്റ്മെന്റ്സിനായിരിക്കും വരാം. അതിന്റെ കൂടെ ആയിരിക്കും ഇവർ ഡെന്റലിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അവർക്ക് മെയിൻ തിങ്, അതെ അതെ, അവർക്ക് മെയിൻ തിങ് അവരെ ഹാർട്ടും കാര്യങ്ങളൊക്കെയാണ് മെയിൻ തിങ്. അതിന്റെ കൂടെ നമുക്ക് തിന്നും വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ നമുക്ക് തരുന്ന ടൈം നൈറ്റ് ആയിരിക്കും. എന്റെ ക്ലിനിക്ക് മേ ബി ഒരു പുലർച്ചെ 5 മണി വരെ എന്റെ ക്ലിനിക്ക് റണ്ണിങ് ആയിരിക്കും. ഞാൻ പോലും ഉണ്ടാവില്ല. 24. അപ്പൊ നിങ്ങൾ എത്ര മണിക്കാ തുറക്കുക? രാവിലെ 9 മണിക്ക് തുടങ്ങും. 9 മണിക്ക് തുടങ്ങും. യെസ്. അപ്പൊ ബേസിക്കലി 20 മണിക്കൂർ റൺ ചെയ്യുന്ന ക്ലിനിക്കാണ്. അങ്ങനെ പറയാം. ഐ നെവർ ന്യൂ. അറബ്സ് ഉണ്ടെങ്കിൽ അവര് എത്ര ടൈം വേണമെങ്കിലും നോക്കും. അതെന്റെ ടീം അങ്ങനെയാണ്. അടിപൊളി. അറബ്സ് ഉണ്ടെങ്കിൽ അവരൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. അതായത് രാത്രി എത്ര മണി വരെ വേണമെങ്കിലും നിൽക്കുക. കാരണം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണമല്ലോ. അവർക്ക് സർവീസ്, അവരൊന്നും ഒരു നാട്ടിലേക്ക് വരികയാണ്, അവർ ഒരു സർവീസ്, ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വരികയാണ്. അപ്പോൾ അതിനുള്ള കെയറും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ടീം ഉഷാറായിട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ ഈ അറബ്സ് എങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഞങ്ങളെ വെബ്സൈറ്റ് ത്രൂ അറബ്സ് ഞങ്ങളെ ഫൈൻഡ് ചെയ്യുന്നത്. അവരിപ്പം വേറൊരു ട്രീറ്റ്മെന്റിനായിരിക്കും. ഈ ഡെന്റലിനായിട്ട് അറബ്സ് ഇങ്ങോട്ടേക്ക് വരൽ സാധ്യത വളരെ കുറവാണ്. മെയിൻ ഹാർട്ട് ഓർ ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലെ തന്നെ റോബോട്ടിക് സർജറി, ആ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരാം. ഞങ്ങളെ വെബ്സൈറ്റ് ത്രൂ, SEO വെബ്സൈറ്റ് ത്രൂ വരാറുണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് ആഡ്സ്. ഒമാനിൽ എവിടെ നോക്കിയാലും ഞങ്ങൾ ആഡ്സ് കാണാൻ പറ്റും. സൗദിയിൽ എവിടെ നോക്കിയാലും ഞങ്ങൾ ആഡ്സ് കാണാൻ പറ്റും. യെസ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവെല്ലിന്റെ റമീസിനോട് ചോദിച്ചിരുന്നു, റമീസ് നിങ്ങൾ ഇവിടെ ആയിട്ട് റൺ ചെയ്യല്ല. അപ്പൊ റമീസ് പറഞ്ഞു ഞങ്ങളായിട്ട് റൺ ചെയ്യല്ല. അപ്പൊ നിങ്ങൾ എവിടെയാ റൺ ചെയ്യുന്നത്? ഞങ്ങൾ ദുബായിലാണ് റൺ ചെയ്യല്, ഞങ്ങൾ നെതർലാൻഡ്സിലാണ് റൺ ചെയ്യുന്നത്. സി, നിങ്ങൾ GCC മാത്രമല്ല, യു ക്യാൻ ഓൾസോ റൺ ഇൻ യൂറോപ്പ്. പക്ഷെ ആ ആൾക്കാർ ഇവിടെ എത്തിപ്പെടുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് നിങ്ങൾ റൺ ചെയ്താലേ മനസ്സിലാവുള്ളൂ. കാരണം GCC ഓൾറെഡി വി ഹാവ് ഇനഫ് റിലേഷൻസ്. പക്ഷെ അവിടെ റൺ യു നെവർ നോ. നിങ്ങൾ ചിലപ്പോൾ ഈവൻ പിന്നെ ഏതെങ്കിലും ഉഗാണ്ടയിൽ പോയി റൺ ചെയ്താൽ ചിലപ്പം ആള് വരാതെ. യു നെവർ നോ. ഓക്കെ, അപ്പോൾ ബേസിക്കലി അവിടെ ഔട്ട് ഓഫ് കൺട്രി ആഡ്സും നിങ്ങൾ റൺ ചെയ്യലുണ്ട്. അടിപൊളി അടിപൊളി. യു ഹാവ് ഓൾറെഡി ക്രാക്ഡ് എവറിത്തിങ് അല്ലേ? നൗ നിങ്ങൾ രണ്ടാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് 9-ാമത്തെ മാസങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഫസ്റ്റ് ഔട്ട്ലെറ്റ് പ്രോഫിറ്റബിൾ ആയിരുന്നോ? ഓർ യു ആർ സ്റ്റിൽ ബേണിംഗ് മണി? അല്ല, ഒരിക്കലും നമ്മൾ ബേൺ ആയിട്ടില്ല. സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഞാൻ ബേൺ ചെയ്തിട്ടില്ല. നിങ്ങൾ ഓപ്പറേഷണലി ബ്രേക്ക് ഈവൺ ആയിരുന്നു? ഓപ്പറേഷണലി പ്രോഫിറ്റബിൾ ആയിരുന്നു. സെക്കൻഡ് മന്ത് മുതൽ വി വർ ഡൂയിങ് ഗ്രേറ്റ്. ഓ, വെരി നൈസ്. അടിപൊളി. ഓക്കെ, അപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്ത ഔട്ട്ലെറ്റിൽ ആ ഒരു തോട്ട് പ്രോസസ്. അടുത്ത ഔട്ട്ലെറ്റ് നിങ്ങൾ കണ്ണൂരാ സെറ്റ് ചെയ്ത്? ഫസ്റ്റ് നമ്മള് കാലിക്കറ്റ്, അതിനുശേഷം തലശ്ശേരി, പിന്നെ കണ്ണൂര്, ഇപ്പൊ നാദാപുരം. ഓക്കെ, സോ വൈ തലശ്ശേരി? തലശ്ശേരി എന്റെ നാട് തലശ്ശേരിയാണ്. നാടിനോടല്ലേ പ്രേമം? കണ്ണൂര് ഞങ്ങളെ നാട് കണ്ണൂരാണ്. അപ്പൊ അടുത്ത കോ ഫൗണ്ടർ അറിഞ്ഞ് കണ്ണൂര് മതി. കണ്ണൂര് ആദ്യത്തെ നിങ്ങൾ ഇവിടെ തുടങ്ങിക്കോളി, രണ്ടാമത്തെ ബ്രാഞ്ച്, 3-ാമത്തെ ബ്രാഞ്ച് കണ്ണൂരായിട്ട് തുടങ്ങണം. ഓക്കെ, അപ്പൊ തലശ്ശേരി നിങ്ങളെ നാടായതുകൊണ്ട് നിങ്ങൾ തുടങ്ങി. നൗ നിങ്ങൾ കണ്ണൂര് ലോഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾ അടിപൊളി കണ്ടന്റ് ചെയ്തിരുന്നു. ഒരു കുട്ടി ലിറ്ററലി സൂപ്പർ വുമൺ കോൺസെപ്റ്റ്. അതെങ്ങനെയായിരുന്നു? ആ ഒരു കണ്ടന്റ് സ്ട്രാറ്റജി എന്തായിരുന്നു? ഹാരിസ് അതിന് പൈസ എന്നാലേ ഈ പോഡ്കാസ്റ്റ് റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ, അവരുടെ ടീമിനാണ് ഹാരിസ് ആൻഡ് കോ. മുനവറാണ് അതൊരു കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയച്ചു തന്നു. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത സാധനം ഇത്. എങ്ങനെ ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും? ഒരാൾ ഇതിട്ടിട്ട് എങ്ങനെ നാട്ടിലേക്ക് കൂടി ഇറങ്ങി നടക്കും? മനസ്സിൽ പോലും വിചാരിക്കാത്ത സാധനമാണ് അത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓൺ ദ സ്പോട്ട് സ്റ്റിച്ച്. ഞങ്ങൾക്ക് ലിമിറ്റഡ് ടൈം ആയിരുന്നു അപ്പം ഉണ്ടായിട്ടുള്ളത്. 14 days 20 days ഒക്കെ പറഞ്ഞു. ഒരു ടൈലർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അതൊരു 1 week കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു. നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി. നല്ല റിസൾട്ട്സ് ആയിരുന്നു. ആൾക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ്. ഒരു സൂപ്പർ വുമൺ ഫ്രം എ ഡെന്റൽ ക്ലിനിക്. നോ വൺ എക്സ്പെക്ടഡ് ദാറ്റ്. അപ്പം അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അത് അപ്പൊ അതിന് നിങ്ങളെ മാസ്കറ്റായിട്ട് മാറ്റുന്നുണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? അതിന്റെ അതിപ്പം കറന്റ്ലി ഒരു കോട്ടൺ ക്ലോത്ത് ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അത് പ്രോപ്പർ ഒരു ഇതായിട്ട് മാറ്റാൻ പ്ലാൻ ഉണ്ട്. എനിക്കൊന്ന് അത് നിങ്ങളെ ഐഡന്റിറ്റി ആക്കി മാറ്റാൻ പറ്റും. യെസ് അല്ലേ?
അത് പൊളിക്കും. അടുത്ത ഇപ്പൊ നാദാപുരം ഓപ്പണിംഗ് നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. സുബ്രഹ്മണ്യം ഇറക്കും Yes. വീണ്ടും. Yes. ഓക്കെ, അത് എനിക്ക് നല്ലൊരു കോൺസെപ്റ്റ്. She's also our patient actually. പേഷ്യന്റ് വിളിച്ച് നിങ്ങള് മാർക്കറ്റ് അതിന് ശേഷമായതാണ്. നൈസ്. അപ്പൊ ബേസിക്കലി അവിടെ വന്നു. ഓക്കെ, നൗ അത് കഴിഞ്ഞിട്ട് നിങ്ങള് അത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ കണ്ടത് പിന്നെ നിങ്ങള് ഹനാൻ ഷാനെ വീണ്ടും കൊണ്ടുവരുന്നു അഗെയിൻ. അത് ആ ഒരു യു ഓൾറെഡി ന്യൂ റൈറ്റ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സത്യം പറഞ്ഞാൽ നമ്മള് കാലിക്കറ്റില് ഓപ്പണിംഗില് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അവിടെ തുറന്നതാണ്. നമ്മള് ഡയറക്റ്റ് ഒന്ന് കയറി ബിസ്മിയും ജെല്ലി എന്താവുന്നൊന്നും അറിയില്ല. നമ്മള് തലശ്ശേരിയും ഈവൻ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കണ്ണൂരേക്ക് വരുമ്പോ എന്തെങ്കിലും ഇനി പ്രാവശ്യം ചെയ്യണം, നമ്മള് ഒരു വേറെ ലെവലിൽ തന്നെ അത് മാർക്കറ്റ് ചെയ്ത് ചെയ്യണം എന്നാണ്. അപ്പോ അറിഞ്ഞിട്ടുണ്ട്. അടിപൊളി ക്യാമ്പയിൻസ് ആയിരുന്നു നമ്മളെല്ലാം ചെയ്തത്. ഓരോ ഈച്ച് ക്യാമ്പയിൻസും അത്രയും ബെസ്റ്റ് ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പൊ അഗൈൻ വൈ ഹനാൻ ഷാ അതെങ്ങനെ വീണ്ടും അവിടെ ആ ഒരു ഇത് വന്ന് ടോക്ക് വന്ന് നിങ്ങൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തോ അവരിങ്ങോട്ട് സജസ്റ്റ് ചെയ്തോ? അല്ല, അത് ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തു. ഓൾറെഡി ട്രെൻഡാണ്. അതെ. ഓക്കെ, അപ്പൊ ഹനാൻ ഷാനെ വെച്ച് അത് ഉദ്ഘാടനം ചെയ്തു. ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് നൗ? വാട്ട് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദാറ്റ്? നമുക്കത് ട്രാഫിക് ജാം ആയോ? ട്രാഫിക് ജാം മാത്രല്ല, നിമിഷം ആ ബിൽഡിങ്ങിന്റെ 2ാമത്തെ 3ാമത്തെ ഫ്ലോർ ഉണ്ട്, അതുകൂടെ എടുക്കേണ്ടി വരുന്ന ചിന്തിച്ചു പോയി. ഓ, പേഷ്യൻസ് ഇറങ്ങിപ്പോയ അവസ്ഥയുണ്ട്. ഞങ്ങൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ്. ഇത്രയും നമുക്ക് ഇനീഷ്യലി നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മള് ഉള്ള ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്, എല്ലാ ക്യാബിൻസും ഫുള്ളായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ട്രീറ്റ്മെന്റ്സ് കൊടുക്കണല്ലോ, ആൾക്കാർ ട്രീറ്റ് ചെയ്യാനാണ് വരുന്നത്. അത് ചെയ്യാൻ ഒരു മിനിമം ടൈം ഓഫ് പീരീഡ് എന്തായാലും വേണം. എന്തായാലും മാനുവൽ ലേബർ ഇൻവോൾവ് ആണ്. അപ്പം അതിനൊരു പിന്നെ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഏതൊക്കെ രീതിയിൽ അത് ഫാസ്റ്റ് അപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നമുക്കത് ലിമിറ്റേഷൻ ഉണ്ട്. കറക്റ്റ്. അത് നമുക്ക് ഇപ്പോഴും ചെറുതായിട്ടൊന്ന് ഫേസ് ചെയ്യുന്നത് അതാണ്. അപ്പം ബാക്കിയുള്ള ഫ്ലോറും കൂടി മിക്കവാറും നിങ്ങൾ തന്നെ എടുക്കും, ഇൻഷാല്ലാ എടുക്കും. ഓക്കെ, ഇതിന്റെ അകത്ത് ഒരു ഏരിയ ഞാൻ ടച്ച് ചെയ്യാത്തൊരു ഏരിയ, ഗൂഗിൾ റിവ്യൂസ് നിങ്ങൾ എപ്പോഴെങ്കിലും GMB എപ്പോഴെങ്കിലും നോക്കിയിരുന്നോ? അത് മാത്രമേ നോക്കാറുള്ളൂ. വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ അതായത് പിന്നെ ഗൂഗിൾ റിവ്യൂസ് ഞങ്ങളാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. വി വിൽ നെവർ ഗിവ് ഇറ്റ് ടു എ സ്റ്റാഫ് ഓർ എനിവൺ ഇൻ അവർ ടീം. ഞങ്ങൾ ഓണേഴ്സ് ആണ് അത് നോക്കാറ്, ഫൗണ്ടേഴ്സ് ആണ് അത് നോക്കാറ്. ഇഫ് യു ഗെറ്റ് എ നെഗറ്റീവ് റിവ്യൂ ഓൺ ദ സ്പോട്ട് വിളി പോവും. വിസാഖയിൽ എന്റെ ഫ്രണ്ട് ചെയ്യുന്ന സെയിമാ. ഹീസ് ഓൾസോ 200+ സ്റ്റാഫ് ഉണ്ട്. But he calls every single negatives and he makes sure that it is solved. അപ്പൊ നിങ്ങൾ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യും. പക്ഷെ നിങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും റിവ്യൂസ് കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നോ? ഞങ്ങളെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ ഒരു ഒറ്റ എപ്പിസോഡ് ഉണ്ടെങ്കിൽ, ഇപ്പോഴും ഏറ്റവും കൂടുതൽ വ്യൂസിലെ എപ്പിസോഡ് ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് GMB നിങ്ങളെ വെബ്സൈറ്റ് നിങ്ങളെ ബിസിനസ്സിന് സെറ്റ് ചെയ്യണം? ദിസ് ഈസ് ദ ബെസ്റ്റ് മാർക്കറ്റിംഗ് ടൂൾ എവർ. കറക്റ്റ്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരാൻ പോണ. അപ്പൊ നിങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ ഓരോ പേഷ്യൻസിന്റെ അടുത്തും ഫീഡ്ബാക്ക്, ഞാൻ പറഞ്ഞല്ലോ, എന്റെ പേഷ്യൻസ് പുറത്തിറങ്ങുമ്പോൾ ചിരിച്ചോണ്ടേ പോകുള്ളൂ. എനിക്ക് അതിനുള്ള സ്റ്റാഫ്സ് ഉണ്ട്, എല്ലാ സപ്പോർട്ട് അവർ ചെയ്യും. അവർ ചോദിക്കാറുണ്ട്, ഹാപ്പിയാവും, എന്തായാലും ചോദിക്കും, അവർ തരും ചെയ്യും. ഞങ്ങളെ ടെക് ലോകത്ത് ഇതിന് പറയാ, ആസ്ക് ഫോർ ദ റിവ്യൂ വെൻ യു ഹാവ് ദ ആഹാ മൊമെന്റ്. ആ സമയത്ത് റിവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ റിവ്യൂ കിട്ടും, പോസിറ്റീവ് റിവ്യൂ കിട്ടും. അപ്പൊ നെഗറ്റീവ് റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ കോൾ ദ കസ്റ്റമർ, മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് റിസോൾവ്. അടിപൊളി സ്ട്രാറ്റജിയാ. ഓക്കെ, ഇപ്പോഴാണ് നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വന്നത്. ഹോർഡിങ്സ് ഇസ് ടു എക്സ്പെൻസീവ് ഇൻ മൈ ഒപ്പീനിയൻ. ഡിജിറ്റൽ നിങ്ങൾക്ക് ശരിക്കും ROI മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഹോർഡിങ്സിൽ മെഷർ ചെയ്യാൻ ഭയങ്കര പാടാ. അത് നിങ്ങൾ കുറച്ചുകൂടി അലൈനേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ എ ഡെന്റൽ ക്ലിനിക്, ഐ തിങ്ക് യു ആർ ട്രൈങ് ടു ലോഞ്ച് എ D2C പ്രൊഡക്റ്റ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്താണ് ഈ ഹോർഡിങ്സ് എടുക്കാനല്ല, ആദ്യം എനിക്ക് അറിയേണ്ടത്, ഹോർഡിങ്സ് എടുക്കാനല്ല എന്തായിരുന്നു ആ ചെയ്തോ വികാരം? ഹോർഡിങ്സ് എടുക്കാൻ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമ്മളെ വിഷയം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കാം. ബ്രാൻഡ് പേർപ്പസ് മാത്രമാണ് നമ്മൾ ഹോർഡിങ്സ്. വെറും ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ. ഓൾറെഡി 3 ഔട്ട്ലെറ്റ് ആയി, ഇനി നമുക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, ബ്രാൻഡ് ഇൻവെസ്റ്റ് ചെയ്യാം, വിസിബിലിറ്റി. രാമനാട്ടുകര ബസ് സ്റ്റാൻഡ് മൊത്തം എടുത്തു, അതറിയോ? അറിയില്ലേ? ഞാൻ രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ പോകണില്ലല്ലോ. അതിന്റെ വീഡിയോ ഒന്ന് തരാം. ആ ബസ് സ്റ്റാൻഡ് മഞ്ഞയിൽ കുളിപ്പിച്ചിട്ടുള്ളതെന്നാ പറഞ്ഞത്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ചോദിക്കില്ല, രാമനാട്ടുകര നിങ്ങൾക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ടാവും. വൈ രാമനാട്ടുകര ബസ് സ്റ്റാൻഡ്? ഒരു ഏരിയയും അങ്ങനെ നമുക്ക് അത്രയും കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത്. അതായത് ഒരു ബസ് സ്റ്റാൻഡ് മൊത്തം എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത്
ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതങ്ങനെ അവൈലബിലിറ്റി കണ്ടപ്പം എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ, നല്ല രസം ഉണ്ടാവും. ഞങ്ങളെ മഞ്ഞ ഹോർഡിങ്സ്, യെല്ലോ കളർ കാര്യങ്ങളൊക്കെ അതിലൊന്ന് നല്ല രസം ഉണ്ടാവും എന്ന് വിചാരിച്ചു. എങ്ങോട്ടേക്കാണ് നിങ്ങളെ യാത്ര ഇനി? നമ്മൾ ഇൻഷാല്ല നമ്മള് കേരളം മൊത്തം പെട്ടെന്നുണ്ടാവും. ആ. UAE, ഒമാൻ, സൗദി, ഖത്തർ, ആ. ഇതൊക്കെയാണ് നമ്മളെ കേരളം plans. കഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്ത ദുബായാണ്. ദുബായ്. ദുബായ് ആണല്ലോ 15ാമത്തെ ഡിസ്ട്രിക്ട്. അതെ അതെ അതന്നെ correct. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദോഹയായിരിക്കും. ഓക്കെ, നൈസ്. അപ്പൊ അവിടെ എങ്ങനെയാണ് നിങ്ങൾ യു ആർ പ്ലാനിങ് ടു ബ്രിങ് ഇൻ ഇൻവെസ്റ്റേഴ്സ് ഓർ യു ആർ ഗോയിങ് ടു ബൂട്ട്സ്ട്രാപ്പ് ഇറ്റ്? വാട്ട് ഇസ് ദ പ്ലാൻ? ഇൻവെസ്റ്റേഴ്സും എല്ലാം നോക്കണല്ലോ, അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും പറ്റില്ല. കറക്റ്റ്. എന്തായാലും ഉണ്ടാവും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഓഡിയൻസ് നോട്ട് ദ പോയിന്റ്. പിന്നെ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ എന്നെ കോൺടാക്ട് ചെയ്യുക, എന്നാലും എനിക്ക് കമ്മീഷൻ. ടൈം ആയില്ല അതിന്റെ. ടൈം ആയിട്ടില്ല. ടൈം ആകുമ്പോൾ അറിയിച്ചാൽ മതി. എല്ലാവരും ഇന്നെ കോൺടാക്ട് ചെയ്യുക. താഴെ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അലൈനേഴ്സിലേക്ക് വല്ലാതെ ഫോക്കസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. കുറേ ബ്രാൻഡ്സ് ഉണ്ട് ജസ്റ്റ് അലൈനേഴ്സ്, $1 million ബിസിനസ്സുകൾ ഇന്ത്യയിലും ഉണ്ട്. ഐ തിങ്ക് ഈവൻ ഇൻ US ദർ ഇസ് ബിസിനസ്സസ്. അപ്പോൾ ആ സൈഡിലേക്ക് നിങ്ങൾ D2C ബ്രാൻഡായിട്ട് ആർ യു സീയിങ് യുവർ സെൽഫ് ദർ? നമ്മളത് ഓൾറെഡി പിച്ച് ചെയ്തു. ലാസ്റ്റ് മന്ത് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഹാരിസ് ആ. അതന്നെ നമ്മൾ സപ്പോർട്ട്. ഓ, അടിപൊളി. അപ്പോൾ ബേസിക്കലി അത് നാളെ പ്രോബ്ലി നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ വരാം, ഓർഡർ ചെയ്യാം, സാധനങ്ങൾ അടുത്തെത്തും. മേ ബി ആ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ നിങ്ങൾക്ക് അത് ഫിറ്റ് ചെയ്യാം. ദിസ് ഈസ് എ പോസിബിലിറ്റി. ഓക്കെ, എന്നാ പിന്നെ നിങ്ങൾ ബ്ലിങ്കിറ്റ് Zomato ഒക്കെ ടൈപ്പ് ചെയ്യണം. ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ടു എക്സ്പാൻഡ്. ഓക്കെ, ലാസ്റ്റ് തിങ് ദാറ്റ് ഐ വാണ്ട് ടു ആസ്ക് ഇസ് AI. ഈ AI കാരണം ജീവിക്കാൻ പറ്റാത്തവരുണ്ട്, ജീവിതം 10 100 ആക്കിയവരുണ്ട്. ഹൗ ഡു യു സീ AI ആൻഡ് ആർ യു യൂസിങ് AI? ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ്, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വി ആർ യൂസിങ് AI. നമ്മളെ മെഷീനറീസ് ആയിക്കോട്ടെ, ഹ്യൂമൻ പവറും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സും അതുപോലെ തന്നെ AI-യും മിക്സപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ അലൈനേഴ്സ് ഒക്കെ വർക്ക് ആവുന്നത്. AI സ്കാനിങ് ആണ് ഞങ്ങളെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഞാൻ ആദ്യമായിട്ട് ഞങ്ങളെ പല്ലിന്റെ അലൈനേഴ്സിന്റെ സ്കാനിങ് AI സ്കാനിങ് ആണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് റൈറ്റ് ആഫ്റ്റർ വിത്തിൻ 10 to 15 minutes ആഫ്റ്റർ ദ സ്കാനിങ് നമുക്ക് കാണിക്കാൻ പറ്റും പേഷ്യൻസ്. ഷാന് നാളെ തന്നെ വരണം ക്ലിനിക്കിൽ. ഷാന്റെ ഫ്രണ്ടിലെ ശരിയാക്കാണ്ട് അടുത്ത ശരിയാക്കാൻ വരുന്ന എനിക്ക് തോന്നി അത് കിട്ടും, പണി കിട്ടുമത്. അപ്പൊ AI ഇൻബിൽറ്റ് ഹാർഡ്വെയർ ആണ് നിങ്ങളത്? കംപ്ലീറ്റ് നമ്മൾ ഫസ്റ്റ് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് സ്കാനിങ് ചെയ്യും. പല്ല് കംപ്ലീറ്റ് സ്കാനിങ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള കണ്ടീഷനും ട്രീറ്റ്മെന്റിന് ശേഷം എന്താന്നുള്ളത് നമ്മൾ AI കാണിച്ചു കൊടുക്കും. ഓ, നൈസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ AI നിങ്ങൾ എന്തായാലും നിങ്ങളെ ഹാർഡ്വെയറിലുണ്ട്, ഇത് ഫോണിൽ ചെയ്തൂടെ? ഞാൻ എൻ്റെ ഫോൺ എടുക്കുന്നു, നിങ്ങളെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, ഐ സ്കാൻ മൈസെൽഫ്. ചെയ്യാൻ പറ്റും, പറ്റേണ്ടതാണ്. യെസ്. പക്ഷെ നിങ്ങൾ ഇതുവരെ ആ വഴിക്ക് സഞ്ചരിക്കും നമ്മൾ ആലോചിച്ചിട്ടില്ല. ഓക്കെ, എന്നാ പിന്നെ നമ്മളെ ഓഡിയൻസിൽ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഓഡിയൻസ്, ഇവർക്ക് പിച്ച് ചെയ്യേണ്ട സാധനം കിട്ടി. ഇവർക്ക് ആപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഇവരെന്തായാലും D2C വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് ആപ്പ് ഉണ്ടാക്കി കൊടുക്കുക വിച്ച് ക്യാൻ സ്കാൻ യുവർ ടീത്ത് ആൻഡ് സെൻഡ് ദ എക്സാക്ട് തിങ്സ്. ഇതാരാ നിങ്ങൾ അപ്രോച്ച് ചെയ്യാന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. ഐ നോ എ പേഴ്സൺ ഹൂ ഈസ് ഗോയിങ് ടു അപ്രോച്ച് യു. അത് നോക്കുക, ഓൻ വരുമോ നോക്കുക. ഇപ്പൊ പോഡ്കാസ്റ്റ് ഫുള്ള് കാണണം, ഈ ഒരു ക്ലിപ്പ് കാണണമെങ്കിൽ. ഓക്കെ, സോ AI എങ്ങനെ ഡിപ്ലോയ് ചെയ്യാന്ന് തീരുമാനിച്ചു. കണ്ടന്റ് ക്രിയേഷന്റെ there are pros, there are cons. The cons is I forget. അപ്പൊ ഞാൻ മിന്നിനോട് സംസാരിച്ചിട്ടുണ്ട്, റോമിംഗ് ബ്ലോഗറോട് സംസാരിച്ചിട്ടുണ്ട്. എവറി സിംഗിൾ ക്രിയേറ്റർ ഐ ടോക്ക് ടു ദം. എടാ, നിനക്ക് ഈ പ്രശ്നം ഉണ്ടോ? ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടോ, പക്ഷെ നമ്മളെ പേര് വരൂല. ഇത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഞാൻ നോർമലി എന്നോട് ആരും എന്തോ ചോദിച്ചാൽ അപ്പം തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പം ഇന്ന് ഒരു എക്സാമ്പിൾ, ഒരു അസർബൈജാനിലായിരുന്നു. പിന്നെ MYUPൻ്റെ കോ ഫൗണ്ടർ നവീദാണ്. പിന്നെ
മോട്ടോർ ക്രോസ് കാലിക്കറ്റിൽ നടത്തുന്നത്. സൽമാൻ ഖാൻ ഈസ് കമ്മിങ് ടു കാലിക്കറ്റ്. നിങ്ങൾക്ക് വേണം സൽമാൻ ഖാൻ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്ത് നോക്കട്ടെ, മൂപ്പര് പല്ല് നോക്കിക്കോ, നമുക്ക് റീച്ച് ഉണ്ട്, നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നവീദ് എന്നെ കോൺടാക്ട് ചെയ്ത് എന്തോ ഒരു കാര്യത്തിന് അറിയാം, ഷാൻ നമുക്കൊന്ന് ടോക്ക് ചെയ്യാൻ നിന്നൊന്ന് കിട്ടുമോ ചോദിച്ചു. അത് 30 മിനിറ്റിനുള്ളിൽ ഞാൻ ഫ്രീ ആവും. ഞാൻ മറന്നു, അവനും മറന്നു. അവനും ഈ കണ്ടന്റ് സ്ഥിരമാണ് കണ്ട്. ഇന്ന് രാവിലെ അല്ല, ഇന്ന് ഇവിടെ നിന്ന് നിർത്തിയപ്പോൾ ഇന്ന് നവീദ് കാറിന് ഇറക്കണേ, ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ എനിക്ക് തിരിച്ചു അയച്ചിരുന്നു, ഞാൻ മറന്നു, ഞാനും മറന്നു. അപ്പം എന്തിനാ ദേ വാണ്ട് ടു ഡു എ കണ്ടന്റ് ഫോർ സൂപ്പർ മോട്ടോർ ക്രോസ് ബിക്കോസ് നവീദും ഉണ്ട് ഓർഗനൈസിങ് ടീമിൽ. പറഞ്ഞു ചെയ്യാം. പക്ഷെ മുർഷിദ് എനിക്ക് സമയം തരുന്നില്ല. മുർഷിദ് ആയിട്ട് എനിക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അത് നല്ല പ്ലാൻ നമ്മളെടുത്തുണ്ട്. എന്നാൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ബേസിക്കലി കണ്ടന്റ് ക്രിയേഷൻ്റെ പ്രോസസ് തന്നെ വി ആർ ഹെൽപ്പിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ദ കോൺസ് ഇസ് ഐ എം നോട്ട് ഏബിൾ ടു റിമെമ്പർ എവറിത്തിങ്. ഇതൊരു വലിയ ചൊറയാ. ഐ ഡോണ്ട് ഈവൻ അതിപ്പോ AI ഏൽപ്പിക്കേണ്ടി വരും. നമ്മളെ ഏജന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു മടി ഉണ്ടാവും. ഏജന്റിനോട് സംസാരിച്ചാൽ ഏജന്റ് ആവശ്യമില്ലതാണെന്ന് വെച്ചാൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് മാനുവൽ ട്രാൻസ്ഫർ പോകും. മാനുവലിൽ ഒരു ചെക്ക് ചെയ്യും, ഇത് ഷാൻ തന്നെ ഡീൽ ചെയ്യണം. ചില സാധനങ്ങളിലോ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ കോൺടാക്ട് എനിക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിവേസ്, സോ ഐ തിങ്ക് വിൽ സ്റ്റോപ്പ് ഹിയർ. നിങ്ങളൊരു 100 കോടി റവന്യൂ അടിക്കാൻ നമുക്ക് അടുത്തായിരിക്കും. 100 കോടി ഇസ് ആക്ച്വലി 100 crores റവന്യൂ ഇൻ എ ഇയർ, ഇയർലി റിക്കറിങ് റവന്യൂ ആണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ മൈൽ സ്റ്റോൺ. 100ന് മുകളിലേക്ക് പോകാൻ ഭയങ്കര പാടാ. യു ഇൻ എ ഡിഫറെന്റ് സെറ്റ് ഓഫ് ടീം ടു ഗെറ്റ് ടു 1000. Okay, done. Thank you very much. Sure. Thank you.